Hello, good afternoon. Hello. Good afternoon. Good afternoon. Good afternoon. കേൾക്കാൻ പറ്റണ്ടോ? സൗണ്ട് ഉണ്ടോ? നന്നായിട്ട് കേൾക്കണ്ടല്ലോ അല്ലേ? പറയൂ. യെസ്, ഓക്കെ. സോ യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ വൺസ് അഗെയിൻ. ക്രിസ്മസ് ഒക്കെ നന്നായി ആഘോഷിച്ചോ എല്ലാവരും? നന്നായി ആഘോഷിച്ചു. അപ്പൊ ഓക്കെ, നമ്മള് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളുടെ ക്ലാസ്സുകളിലേക്ക് വന്നേക്കാണ്. എവിടെ വരെയൊക്കെ എടുത്തത് വല്ല ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയാ നിർത്തിയത്? എനി ഐഡിയ പറയാമോ ആരെങ്കിലും? ഒന്ന് പറഞ്ഞിട്ട് വേണം എനിക്ക് തുടങ്ങാൻ. എവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? യെസ്, ടൈപ്സ് ഓഫ് ഡിസിപ്ലിൻ. വെരി ഗുഡ്, അത് കറക്റ്റ് ആണ്. ഡിസിപ്ലിൻ ഏതൊക്കെ രീതിയിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരെണ്ണം എനിക്ക് തോന്നുന്നു അല്ലെ? പോസിറ്റീവ് ഡിസിപ്ലിനെ കുറിച്ചിട്ട് പറഞ്ഞു, എങ്കിലും നമുക്ക് കൂടി കേൾക്കാം എന്താണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞത്. എന്താന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ? ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ നമ്മൾ ഒരു ഓർഗനൈസേഷനിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾസ്, ഓർഗനൈസേഷൻ്റെതായ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഓർഡറിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുക. അതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്, അച്ചടക്കം. അതായത് എംപ്ലോയീസ് ഹാവ് ടു ബി ഡിസിപ്ലിൻഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഓൾ ദ ഗോൾസ്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ എല്ലാ എംപ്ലോയീസും ഡിസിപ്ലിൻഡ് ആകണം. അപ്പോഴാണ് എന്താ പറയാ, അവിടുത്തെ അവര് എന്തൊക്കെ ലക്ഷ്യങ്ങളാണോ വെച്ചിരിക്കുന്ന ഓർഗനൈസേഷൻ അതെല്ലാം കൃത്യമായിട്ട് നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അതിൻ്റെതായ ചില കാര്യങ്ങൾ, അതിന്റെ നേച്ചർ, ഡിസിപ്ലിന്റെ നേച്ചറും മറ്റു കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ടൈപ്സ് ഓഫ് ഡിസിപ്ലിൻ ആണ്. The first one is positive discipline. Positive discipline, which motivates the employees in an organization to become a standardized behavior. ഒരു പ്രത്യേക നിലവാരത്തിലുള്ള ബിഹേവിയർ കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനൊക്കെ വേണ്ടിയിട്ട് എംപ്ലോയീസിനെ സ്വയം മോട്ടിവേറ്റഡ് ആക്കുന്ന ഒന്ന്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയാം. ഇതൊന്നും നമുക്ക് പുറമേന്ന് എന്താ പറയാ ബാഹ്യമായിട്ട് നമുക്ക് കാണാനൊന്നും പറ്റില്ല. പക്ഷെ അതിൻ്റെതായ, അതായത് ഇഫ് എംപ്ലോയീസ് ആർ ഡിസിപ്ലിൻസ്, അതിൻ്റെതായ എല്ലാ എംപ്ലോയീസും അച്ചടക്കത്തോടെ മര്യാദയോടെ റെഗുലേഷൻസ് ഫോളോ ചെയ്ത് പോകുകയാണെങ്കിൽ അതിന്റെ ആ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഓർഗനൈസേഷനകത്ത്. ആൻഡ് ഓൾസോ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ പതിയെ അവർ ഏതൊക്കെ ലക്ഷ്യങ്ങളാണ് വെച്ചിരിക്കുന്നത് അതെല്ലാം കൃത്യമായിട്ട് അച്ചീവ് ചെയ്യാനൊക്കെ സാധിക്കും. അതുകൊണ്ട് എംപ്ലോയീസിനെ സ്വയം മോട്ടിവേറ്റഡ് ആക്കുന്ന ഒന്നാണ് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പൊ ഓർഗനൈസേഷന്റെ ഗോൾസ് നേടിയെടുക്കാനും അതുപോലെ തന്നെ എല്ലാ എംപ്ലോയീസിനെയും ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയറിൽ കൊണ്ടുപോകാനും ഈ പറയുന്ന പോസിറ്റീവ് ഡിസിപ്ലിൻ ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക നിലവാരത്തിൽ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ വീടുകളില് നമ്മുടെ ഫ്രണ്ട്സിനോടൊപ്പം നമ്മൾ എങ്ങനെയാണോ അവർ ആ ഒരു ഗ്രൂപ്പിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ആളുകളുമായിട്ടൊക്കെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് ആ രീതിയിലാവില്ല നമ്മുടെ ഓർഗനൈസേഷനിൽ വരും ചെയ്യാൻ നോക്കി അല്ലെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ. കാരണം അവിടെ ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസ് ഹാവ് ടു കീപ്. എല്ലാവരും ഒരു പ്രത്യേക നിലവാരത്തിലായിരിക്കണം പോകേണ്ടത്. അതുകൊണ്ട് അത്തരം ഡിസിപ്ലിനിൽ നമ്മളെ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെ പറയാം ഒരു സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ കൂടിയാണ് അല്ലെ? സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ എന്താ? നമ്മളോട് ആരും ഇങ്ങനെ ഇന്നത് ചെയ്യുക, ഇന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുക, അങ്ങനെ ആരും നിർബന്ധിക്കേണ്ട, നമ്മളെ പുഷ് ചെയ്യേണ്ട, ഫോഴ്സ് ചെയ്യേണ്ട. നമ്മൾ സെൽഫ് കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്
ഫോളോ ചെയ്തു പോകുന്നു കണ്ടോ. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ഡിസിപ്ലിൻ, പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇറ്റ് ഹാവ് ടു ബി ഫോളോഡ് ബൈ ദ എംപ്ലോയീസ് in which they have to follow the systematic rules and regulations. എല്ലാ എംപ്ലോയീസും അവിടുത്തെ കൃത്യമായിട്ടുള്ള ഡിസിപ്ലിനറി റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യുക. ആൻഡ് ഓൾസോ ദ എംപ്ലോയീസ് ക്യാൻ ഇംപ്രൂവ് ദെയർ പെർഫോമൻസ്. അങ്ങനെ ആ ഒരു പ്രത്യേക നിലവാരത്തിൽ നമ്മൾ നമ്മളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? എംപ്ലോയീസിന് അവരുടെ പെർഫോമൻസിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കും. കാരണം ഞാൻ എല്ലാം അടുക്കും ചിട്ടയോട് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താ പറയാ, നമ്മുടെ പെർഫോമൻസ് ആണ് മാറുന്നത്. പെർഫോമൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക അല്ലെ. അല്ലാതെ ഡിസിപ്ലിൻഡ് അല്ല, തോന്നിയ പോലെ തോന്നിയ സമയത്ത് വരുന്നു, തോന്നിയ സമയത്ത് പോകുന്നു അല്ലെ. പിന്നെ തരുന്ന ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് കംപ്ലീറ്റ് ആക്കുന്നില്ല, പകുതിക്ക് ഇടുന്നു, ബാക്കി തീർക്കാൻ വേറെ ആൾക്കാരെ വിളിക്കേണ്ടി വരും. അങ്ങനെ എന്താ പറയാ, ഒരു സിസ്റ്റമാറ്റിക് ഓർഡർ ഒന്നും ഇല്ലാതെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാത്ത ഒരു സന്ദർഭങ്ങളും ഓർഗനൈസേഷൻസിൽ ഉണ്ടാകാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഓർഗനൈസേഷന്റെ ലക്ഷ്യം അതിന് നേടിയെടുക്കാൻ പറ്റില്ല. അപ്പൊ സെൽഫ് ഡിസിപ്ലിൻഡ് ആകുക, ആ ഒരു സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ, അതിനെയാണ് നമ്മൾ പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുക. നമ്മൾ പറഞ്ഞതാണ്. ആൻഡ് ഇറ്റ്സ് എ ഡെഫിനിഷൻ ഗിവൺ ബൈ സ്പ്രീഗൽ. ഇതിനുശേഷം നമ്മളുടെ പോസിറ്റീവ് ഡിസിപ്ലിനെ കുറിച്ചിട്ട് സ്പ്രീഗൽ എന്ന് പറയുന്ന ഒരു ആള് എന്താ പറയാ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതാണ് പോസിറ്റീവ് ഡിസിപ്ലിൻ. ആരെങ്കിലും എഴുതിയ ഡെഫിനിഷന് നമുക്ക് ഇനി കീറിമുറിക്കാനോ അല്ലെങ്കിൽ അതിനെ നമുക്ക് ഒരു വള്ളിപ്പുള്ളി വിടാതെ നമ്മൾ പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ടാണ് അത് വായിക്കുക. പോസിറ്റീവ് ഡിസിപ്ലിൻ enables the employee to have greater freedom in that he enjoys greater degree of self-expression in striving to achieve the group objective which he identifies as his own. അതായത് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എംപ്ലോയീസിനെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടുള്ള പ്രാപ്തരാക്കുന്നതാണ്? ടു ഹാവ് എ ഗ്രേറ്റർ ഫ്രീഡം. അതായത് നമ്മള് ഒരു ഓർഗനൈസേഷനിൽ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്കൊരു ഗ്രേറ്റർ ഫ്രീഡം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ സെൽഫായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. കാരണം ഒരു ഓർഗനൈസേഷൻ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി എന്തൊക്കെയാണോ അവിടെ നമ്മൾ പ്രവർത്തിക്കുന്നത്, അത് നമ്മളുടേതായ അഭിപ്രായങ്ങളും നമ്മളുടേതായ ശൈലിയിൽ നമുക്കത് എന്താ പറയാ പ്രകടമാക്കാനായിട്ട് അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അത് എങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് ഡിസിപ്ലിൻ ആണെങ്കിൽ മാത്രമല്ല, അത് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ അത് എന്റെയും കൂടി ലക്ഷ്യമാണെന്നുള്ള ചിന്തയും കൂടി എംപ്ലോയീസിന്റെ മനസ്സിൽ വരും. അങ്ങനെയുള്ളതിനെയാണ് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്നാണ് ആര് പറയുന്നത്? സ്പ്രീഗൽ പറയുന്നത്. ഇവിടെ വരെയാണ് നമ്മൾ എടുത്തത്. ഓർമ്മയുണ്ടോ? ഇവിടെ വരെ എടുത്തിരുന്നു. ഓക്കെ, അടുത്തതിലേക്ക് പോട്ടെ. ഓക്കെ, നെക്സ്റ്റ് വൺ നെഗറ്റീവ് ഡിസിപ്ലിൻ ആണ്. അപ്പൊ എന്തായിരിക്കും നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്? അതായത് നമുക്കറിയാലോ, പോസിറ്റീവ് ഡിസിപ്ലിൻ പറഞ്ഞു ഒരു സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ ആണ്. മറ്റുള്ളവരുടെ പ്രേരണയില്ല, ഉന്തലില്ല, തള്ളയില്ല, സ്വന്തമായിട്ട് ഇപ്പൊ നമ്മളൊരു വീടുകളില് ചില ആളുകൾ സെൽഫ് ഡിസിപ്ലിൻ ആണ്. എന്തെങ്കിലുമൊക്കെ കണ്ണിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഒതുക്കിയൊക്കെ അല്ലെ. ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ ചില കുട്ടികള്, നമുക്ക് വീട്ടില് 1-2-3 കുട്ടികളൊക്കെ ഇടയില് ചില കുട്ടികൾ കൃത്യമായിട്ട് കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യും അല്ലെ. ഇപ്പൊ എന്താ പറയാ, പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുകയാണെങ്കിൽ ചില കുട്ടികൾ മാത്രം, ചിലരാണ് കേട്ടോ, അവർക്ക് കൃത്യമായിട്ട് കൊണ്ടുവന്ന് എടുത്ത് വെക്കേണ്ടത് വെക്കും, അല്ലെങ്കിൽ അവരുടെ ബുക്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിൽ അവർ കൃത്യമായിട്ട് അത് ചെയ്യുന്നു. സോ വി ക്യാൻ സേ ദാറ്റ് ദേ ആർ സെൽഫ് ഡിസിപ്ലിൻ. അവർ സെൽഫ് ഡിസിപ്ലിൻ ആണ്. കൊച്ചിലെ കൊടുത്ത എന്തെങ്കിലും തരത്തിലുള്ള ആ ഒരു പഠിപ്പിക്കല്, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന്റെ ആ ഒരു കാര്യം അവർ കുറെ കഴിയുമ്പോൾ വീണ്ടും അവരത് ഫോളോ ചെയ്ത് മുതിർന്നാലും എത്ര വലുതായാലും അവരത് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ചില കുട്ടികളുണ്ട്, എത്ര പറഞ്ഞാലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്യില്ല. എന്ന് വെച്ചാൽ അത് നമ്മൾ എത്ര എങ്ങനെയെങ്കിലും ഒത്തിരി പുഷ് ചെയ്യണം, ചെയ്യുന്ന പറഞ്ഞിട്ട് പിന്നാലെ നടന്ന് ചെയ്യിപ്പിക്കണം. അതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡിസിപ്ലിൻ, അത് കണ്ടറിഞ്ഞ് ചെയ്യാൻ അറിയില്ല. നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സംടൈംസ് ദ എംപ്ലോയീസ് ഡു നോട്ട് ഫീൽ ലൈക്ക് ഫോളോ. അവർ വിചാരിക്കണം എന്തിന് നമ്മൾ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം, ഞാൻ എന്റെ ജോലി ചെയ്യുന്നത്, ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഫോളോ ചെയ്യാൻ എനിക്ക് പറ്റില്ല, ആ ഒരു ചിന്ത. അങ്ങനെയുള്ള എംപ്ലോയീസും ഓർഗനൈസേഷനിൽ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള ഒരു എംപ്ലോയീസ് അങ്ങനെയുള്ള റൂൾസ് റെഗുലേഷൻസ് ഒക്കെ എന്തിന് ഫോളോ ചെയ്യണം, അങ്ങനെ ഫോളോ ചെയ്യണ്ട എന്നുള്ളൊരു മനോഭാവം അവരുടെ മനസ്സിലുണ്ടാകും. അതിനെയാണ് നമ്മള് നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് വിളിക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ അവർക്ക് ഡിസിപ്ലിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എന്തിന്? ആ ഒരു ഫീലിംഗ് ആണ്. എന്തിന്? വൈ ഷുഡ് ഐ ഫോളോ സച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്? ഇങ്ങനെയുള്ള റൂൾസും റെഗുലേഷൻസും എന്തിനാ ഞാൻ ഫോളോ ചെയ്യുന്നത് എന്നൊക്കെ. പക്ഷെ ഇത്തരം സാഹചര്യങ്ങൾ അങ്ങനെ വിടാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ എന്ത് കാര്യം, എനിക്ക് എന്താ പറയാ, ക്ലാസ് ഇത്ര മണിക്കാണ്. അപ്പൊ പക്ഷെ ക്ലാസ് 10:30 മണിക്ക് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 1:30 മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നതെങ്കിലും 1:30ക്കാണ് ക്ലാസ് തുടങ്ങാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ 1:30 1:45 ക്ലാസ്സിൽ കയറുന്നില്ല.
അത് കുഴപ്പമില്ല, ഞാൻ പഠിപ്പിച്ച് തീർക്കുന്നത് ഞാൻ തന്നെ എന്റെ സമയത്തിനുള്ളിൽ പഠിപ്പിച്ച് തീർത്തോളാം, പക്ഷെ ഞാൻ ഈ സമയത്ത് തീർക്കില്ല എന്നൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചിന്തിക്കുകയാണ്. സോ ഇറ്റ്സ് അഗെയിൻസ്റ്റ് ദ ഡിസിപ്ലിൻ. അതൊക്കെ ഡിസിപ്ലിനെ അഗെയിൻസ്റ്റ് ആണ്. കൃത്യമായിട്ട് അത് സമയത്തിന് അതിൻ്റെതായ ശൈലിയിലെ കാര്യങ്ങള് കൃത്യമായിട്ട് ഉത്തരവാദിത്വത്തോടെ ചെയ്യുക. ഉത്തരവാദിത്വത്തോടെ ചെയ്യുമ്പോൾ അത് എന്റെയും ലക്ഷ്യമാണ്, മാത്രമല്ല ഈ ഓർഗനൈസേഷന്റെ ലക്ഷ്യം അത് നേടിയെടുക്കുമ്പോൾ അത് എന്റെ കൂടി ഇംപ്രൂവ്മെന്റ് ആണ്, എനിക്ക് കൂടി അതിനൊരു സ്റ്റാറ്റസ് വർദ്ധിക്കുകയാണ്. ഒരു ഓർഗനൈസേഷന്റെ വളർച്ച ആ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന്റെയും വളർച്ചയാണ് അല്ലെ. ഞാൻ ഇന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു എന്ന് നാലാളോട് പറയാൻ എനിക്ക് എന്താവണം, എനിക്ക് അതിൻ്റെതായ ഒരു പ്രൈഡ് അല്ലെ, ഒരു പ്രൗഡ് ഉണ്ടാകണം. അത് എങ്ങനെയാ ഉണ്ടാകുക, നമ്മളുടെ ഓർഗനൈസേഷൻ ആണെന്ന് വിചാരിച്ച് നമ്മൾ ജോലി ചെയ്യും അല്ലെ. അതെ, അങ്ങനെ തന്നെയാണ്. വളരെ ക്ലിയർ ആയിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് ഒത്തിരി കമ്മിറ്റ്മെന്റോടെ ഇഫ് യു ആർ ഡൂയിങ് യുവർ ഡ്യൂട്ടി, നമ്മളുടെ ജോലി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായ റിസൾട്ട് ഓർഗനൈസേഷനിൽ ഉണ്ടാകും. അത് ഓർഗനൈസേഷന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ ബാധിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ഗ്രോത്തും ഡെവലപ്മെന്റ് ഉണ്ടാകുകയാണെങ്കിൽ ഇറ്റ്സ് അവർ പേഴ്സണൽ ഡെവലപ്മെന്റ്, അത് നമ്മുടെ വ്യക്തിപരമായ വളർച്ച കൂടിയാണെന്ന് മനസ്സിലാക്കണം. പക്ഷെ അങ്ങനെ വേണ്ടി വരുമ്പോൾ ഇത്തരം നെഗറ്റീവ് ഡിസിപ്ലിൻസ് ഒക്കെ ഉണ്ടാകുന്ന എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ദേ ഹാവ് ടു ബി ഫോഴ്സ്ഡ് ടു ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാനായിട്ട്, അനുസരിക്കാനായിട്ട് അവർ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഫോഴ്സ് ചെയ്യേണ്ടി വരും. ചില സാഹചര്യങ്ങളിൽ അവർ ഫോളോ ചെയ്യാണ്ടാകുമ്പോൾ അങ്ങനെയുള്ള അൺഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവർക്ക് പ്രത്യേകം വാർണിംഗ് കൊടുക്കുന്നു. സംടൈംസ് ദേ ആർ ഓൾസോ ഗിവൺ പണിഷ്മെന്റ്സ്. എന്ത് ചെയ്യും? ചിലപ്പോഴൊക്കെ വാർണിംഗ് കൊടുത്തു, രക്ഷയില്ല, കുറെ പ്രാവശ്യം വാൺ ചെയ്തു, ഇത് ചെയ്യാൻ പാടില്ല, ഇത്ര സമയത്തല്ല, നമ്മളിവിടെ നിങ്ങൾക്ക് ഡ്യൂട്ടി ടൈമിന് അല്ലെങ്കിൽ ജോലിക്കായിട്ട് കാലത്ത് കയറി വരേണ്ടത് ഇന്ന സമയത്താണ്. ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, വാർണിംഗ് കൊടുത്തു, ലാസ്റ്റ് വാർണിംഗ് ആണെന്നൊക്കെ പറഞ്ഞു, സ്റ്റിൽ അവർ വീണ്ടും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദേ ഹാവ് ടു ബി പണിഷ്ഡ്. അപ്പൊ ഓർഗനൈസേഷന്റെ ഡിസിപ്ലിനറി ആക്ഷൻസ് പ്രകാരം ചിലപ്പോ അത്തരം എംപ്ലോയീസിന്റെ എതിരെ എന്ത് ചെയ്യണം? ചില പണിഷ്മെന്റുകളും കൊടുക്കേണ്ടി വരും. ഫോർ നോട്ട് ഒബേയിങ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. വേണ്ടേ? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാതിരിക്കുന്നതിന് അവർക്കെതിരെ ചില ശിക്ഷാ നടപടികളും സ്വീകരിക്കേണ്ടി വരും. അതാണ് നെഗറ്റീവ് ഡിസിപ്ലിൻ. അപ്പൊ നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് the employees are not feeling to obey the rules and regulations of an organization. ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഫോളോ ചെയ്യില്ല എന്നുള്ള ഒരു മനോഭാവം എംപ്ലോയീസിലുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് വിളിക്കുക. ആൻഡ് ഇൻ സച്ച് കേസസ്, അത്തരം സാഹചര്യങ്ങളിൽ they are forced to obey the rules and regulations. അവരെ ഉന്തണം, അവരെ ഫോഴ്സ് ചെയ്യണം. പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പാലിക്കണം. അതിനു വേണ്ടിയിട്ട് they have to be given warnings, punishments, whatever it may be. ക്ലിയർ ആയോ? നെഗറ്റീവ് ഡിസിപ്ലിൻ മനസ്സിലായോ? 2-3 പ്രാവശ്യമൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യണം. നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന പോയിന്റ് തുടങ്ങുന്നത് മുതൽ ഓർഗനൈസേഷൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ആൻഡ് അതിനോടൊപ്പം തന്നെ അതിനകത്തെ ലാസ്റ്റ് സെന്റൻസ്, സംടൈംസ് അൺഡിസിപ്ലിൻഡ് എംപ്ലോയീസ് ആർ വാൺഡ് ആൻഡ് ഈവൻ പണിഷ്ഡ് ഫോർ നോട്ട് ഒബേയിങ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുന്നു കേട്ടോ. യെസ്, അഗെയിൻ വീണ്ടും നമ്മളുടെ സ്ത്രീകൾ നെഗറ്റീവ് ഡിസിപ്ലിനെ കുറിച്ചിട്ടും ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് സീ വാട്ട് ഈസ് ഇറ്റ്. നെഗറ്റീവ് ഡിസിപ്ലിൻ ഈസ് ദ ഫോഴ്സ് that prompts an individual or a group that to observe rules, regulations and procedures which are deemed to be necessary to the attainment of an objective. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി എന്തൊക്കെ റൂൾസും റെഗുലേഷൻസും പ്രൊസീജിയേഴ്സും ആണോ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഇൻഡിവിജ്വൽസും അതുപോലെ തന്നെ ഓരോ ഗ്രൂപ്പും, ചിലപ്പോ ഓരോ വ്യക്തിപരമായിട്ടായിരിക്കും അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് അവരെന്തൊക്കെ ഫോളോ ചെയ്യണോ അതിനു വേണ്ടി അവരെ ഫോഴ്സ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, അവരെ ഫോഴ്സ് ചെയ്ത് പ്രേരിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മള് നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ. ഇവിടെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമ്മുടെ ലക്ഷ്യം, ഈ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഒരുപാട് കണ്ട് നല്ല സെൽഫ് എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഇവിടെ ഇല്ല. അപ്പൊ എന്ത് ചെയ്യാണ്? ഓർഗനൈസേഷൻ നിർബന്ധിതരാകുകയാണ് ഇവരെല്ലാവരെയും ഡിസിപ്ലിൻഡ് ആക്കാൻ വേണ്ടി. എന്ത് ചെയ്യുന്നു? അവരെ ഫോഴ്സ് ചെയ്യുന്നു. നിങ്ങൾ ഇങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം, ഇന്ന പ്രൊസീജിയേഴ്സ് ആണ് ഇവിടെ ഉള്ളത്, ഈ രീതിയിൽ നിങ്ങൾ ചെയ്യണം എന്ന് നമ്മളെ ഫോഴ്സ് ചെയ്യിപ്പിക്കുകയാണ്. അതിനെയാണ് നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് സ്ത്രീകൾ പറയുന്നത്. പോസിറ്റീവ് ഡിസിപ്ലിനെയും നെഗറ്റീവ് ഡിസിപ്ലിനെയും സ്ത്രീകള് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. വൺസ് അഗൈൻ, നെഗറ്റീവ് ഡിസിപ്ലിൻ ഈസ് ദ ഫോഴ്സ്. അതൊരു ഉന്തലാണ്, തള്ളലാണ്, ഒരു ശക്തിയാണ്. ദാറ്റ് പ്രോംപ്റ്റ്സ് ആൻ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ്, ഒരു ഇൻഡിവിജ്വലിനെയോ ഒരു ഗ്രൂപ്പിനെയോ ഫോഴ്സ് ചെയ്യിപ്പിക്കുന്ന ഒന്ന്, അടിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ
അവരെ കൊണ്ട് നിർബന്ധപൂർവ്വം ചെയ്യിപ്പിക്കുന്നത് എന്തൊക്കെ? ടു ഒബ്സർവ് ദ റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് വിച്ച് ആർ ഡീംഡ് ടു ബി നെസസറി ടു അറ്റൈൻ ദ ഒബ്ജക്റ്റീവ്. ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഇവരെ കൊണ്ടൊക്കെ നിർബന്ധപൂർവ്വം ചെയ്യിപ്പിക്കുന്ന ഒന്ന്, അതിനെയാണ് നമ്മൾ നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? സ്ത്രീകൾ കൊടുത്തിരിക്കുന്ന നെഗറ്റീവ് ഡിസിപ്ലിന്റെയും ആ ഒരു ഡെഫിനിഷൻ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇൻവെർട്ടഡ് കൊമേഴ്സിൽ ഇട്ടിരിക്കുന്ന ഭാഗം മുഴുവൻ കേട്ടോ. അപ്പൊ പോസിറ്റീവ് ഡിസിപ്ലിനും സ്ത്രീകൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ നെഗറ്റീവ് ഡിസിപ്ലിനും ഡിഫൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആൻഡ് തേർഡ് വൺ, അടുത്തത്. അപ്പൊ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഡിസിപ്ലിൻ ആണ്. അപ്പൊ ഡിസിപ്ലിൻ പ്രധാനമായിട്ടും 3 ടൈപ്സ് ആണ്: പോസിറ്റീവ് ഡിസിപ്ലിൻ, നെഗറ്റീവ് ഡിസിപ്ലിൻ, ആൻഡ് ദ തേർഡ് വൺ ഈസ് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ. പ്രോഗ്രസീവ് ആണ്. ഇതാണ് ഏറ്റവും കൂടുതൽ എന്താ പറയാ എംപ്ലോയീസിനെ ഡിസിപ്ലിൻഡ് ആക്കാൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഡിസിപ്ലിൻ ഇതാണ്. ഏത്? പ്രോഗ്രസീവ് ഡിസിപ്ലിൻ. ചില ഡിസിപ്ലിൻസ് ഒക്കെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരാനായിട്ട് സമയം എടുക്കുകയെ, അതായത് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇതാണ് ഇവിടുത്തെ റൂൾസ്, ഇവിടുത്തെ റെഗുലേഷൻ ഇതാണ് എന്നൊക്കെ മനസ്സിലാക്കി എടുക്കാൻ ചിലപ്പോൾ ടേക്സ് ടൈം, സമയം എടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ this is the best way to maintain discipline among the employees. എംപ്ലോയീസിന്റെ ഇടയിൽ ഡിസിപ്ലിൻ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രോഗ്രസീവ് ഡിസിപ്ലിൻ പോളിസി അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോഗ്രസീവ് ഡിസിപ്ലിൻ പോളിസി എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് ഡീലിംഗ് വിത്ത്, അതായത് ഡിസിപ്ലിൻ പോളിസി അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എംപ്ലോയീസില് അവര് സൃഷ്ടിക്കുന്ന ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക രീതിയിൽ അതിനെ സമീപിക്കുക, അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ അതിനെ ഡീൽ ചെയ്യുക. മനസ്സിലായി? അതായത് ഏതെങ്കിലും സാഹചര്യങ്ങളിൽ എംപ്ലോയീസ് വിത്ത് ദർ എന്താ പറയാ ഇൻഡിസിപ്ലിൻസ് ഓർ ഇഫ് ദേ ആർ ഡൂയിങ് സം മിസ്കണ്ടക്ട്, അതായത് അവരുടേതായ അച്ചടക്ക പരിപാലനമൊന്നും ഇല്ലാതെ അച്ചടക്ക ലംഘനങ്ങളൊക്കെ വരുമ്പോ എംപ്ലോയീസ് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാതെ വരുമ്പോൾ എന്ത് ചെയ്യും? ഒരു പ്രത്യേക രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യുക. അതാണ് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അതിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി ഒരു പ്രത്യേക രീതിയിലേക്ക് അതിനെ കൊണ്ടുവരിക. അതായിരിക്കും ഏറ്റവും നല്ല ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാനുള്ള ഒരു രീതി എന്നാണ് പറയുന്നത്. പോസിറ്റീവ് ഡിസിപ്ലിൻ ആയിക്കോട്ടെ, നെഗറ്റീവ് ഡിസിപ്ലിൻ ആയിക്കോട്ടെ, അത്തരം ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാതെ പ്രവർത്തിക്കുന്ന എംപ്ലോയീസിനെ ഡിസിപ്ലിൻ ആക്കാൻ പറ്റുന്ന ഒരു രീതി, നല്ല രീതി ഒരു അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോളിസി പ്രകാരം ഈ ഓർഗനൈസേഷൻ ഹാവ് ടു ടേക്ക് സം small disciplinary actions against the employees who are making some misconduct, some small punishments. അതായത് ഈ പറയുന്ന രീതി പ്രകാരമില്ലേ, പ്രോഗ്രസീവ് ഡിസിപ്ലിൻ പ്രകാരം സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഓർഗനൈസേഷൻസ് ഇതുപോലെയുള്ള ചെറിയ ചെറിയ മിസ്കോണ്ടക്ട് ഒക്കെ, അതായത് ഇൻഡിസിപ്ലിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എംപ്ലോയീസ് ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെ മൈൽഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കുക. അല്ലാതെ ചെറുത് കണ്ടുകഴിയുമ്പോൾ കണ്ടില്ല എന്ന് നടിച്ചു. അപ്പൊ എന്ത് ചെയ്യും? ചെറിയ ചെറിയ തെറ്റുകൾ കൊച്ചുകൾ കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യമേ തന്നെ തിരുത്തും, അല്ലെ? ചെറുത് കാണിക്കുമ്പോഴേ തുടങ്ങി നമ്മൾ ഒരു പ്രായം വലുതാവുമ്പോൾ, അതായത് 1-2 വയസ്സ് താഴെയല്ല, താഴെ 1-2 വയസ്സൊക്കെ ഉള്ള കുട്ടികളൊക്കെ എന്തെങ്കിലും കൊച്ചൊക്കെ കുറ്റങ്ങളോ തെറ്റുകളൊക്കെ കാണിക്കും. അതുങ്ങൾക്ക് അറിയില്ലാത്ത പ്രായമാണല്ലോ. അപ്പൊ നമ്മൾ അവര് കാണിക്കുന്നത് കണ്ട് ചിരിക്കും, നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കും. ആ കുട്ടി അങ്ങനെ ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു കൗതുകമാണ്. പക്ഷേ ആഫ്റ്റർ എ പർട്ടിക്കുലർ ഏജ്, നമുക്കറിയാം ഒരു 3-4 വയസ്സൊക്കെ എത്തിക്കഴിയുമ്പോഴേക്കും കുട്ടികളെ ഇനി അടുത്ത സ്റ്റേജ് സ്കൂളുകളിലേക്ക് ചേർക്കുക എന്നുള്ളതാണ്, KG സെക്ഷനിലേക്കൊക്കെ. അപ്പൊ എന്താണ്, കുട്ടികൾ ഇവിടെയൊക്കെ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതൊക്കെ ആയിരിക്കും സ്കൂളിലും ചെന്നിട്ട് ചെയ്യാം. അപ്പൊ പാരന്റ്സും എന്താ പറയാ ഒക്കെ വളർത്തിയതിന്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂൾക്കാരും എന്ത് ചെയ്യും? ചിലപ്പോഴൊക്കെ ചില എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ പറയും. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഒരു 3-3.5 വയസ്സൊക്കെ ആവുമ്പോൾ തുടങ്ങി അവരെ ഒന്ന് പ്രിപ്പയർഡ് ആക്കും. ഇന്നത് തെറ്റാണ്, ഇന്നത്. അപ്പൊ നമ്മൾ അവരെ തിരുത്തി ചെറുത് കാണിക്കുന്നു. വലിയ തെറ്റൊന്നും 3-3.5 വയസ്സുള്ള കുട്ടികളൊന്നും ചെയ്യാൻ പോലില്ല. അപ്പൊ നമ്മൾ ചെറുതായിട്ട് അതിനെയൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരും, അല്ലെ? ആ കറക്ഷൻസ് അത് വലുതാകുമ്പോൾ അവര് ഓരോ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർ സ്വയം അതിനുവേണ്ടി പ്രിപ്പയർഡ് ആകും. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഇഫ് ദ എംപ്ലോയീസ് ആർ ഡൂയിങ് സം ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആക്ഷൻസ് ചെയ്യുമ്പോൾ അതിന് ചെറിയ തെറ്റുകളാണെങ്കിൽ അതിന് ചെറിയ പണിഷ്മെന്റുകൾ അപ്പൊ തന്നെ പ്രൊവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? ഇവര് ചെറുതായപ്പോ ചെയ്തപ്പോ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് കണ്ണടച്ചു, വലിയ പ്രശ്നമൊന്നുമില്ല, അപ്പൊ കുഴപ്പമില്ല, ഇനി ഇതിനേക്കാൾ കുറച്ചുകൂടി വലുത് ഗൗരവമേറിയ ചെയ്താലും നോ പ്രോബ്ലം. അപ്പൊ ചെറുതിൽ നിന്നും വലുതിലേക്ക്, തെറ്റുകളിലേക്കും ഇൻഡിസിപ്ലിൻഡ് ആക്ഷൻസിലേക്കും എംപ്ലോയീസിൽ പോകാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും അത് ഉണ്ടാകുക.
if they are not providing some punishments. അപ്പൊ പണിഷ്മെന്റ് കൊടുത്തില്ലെങ്കിൽ അങ്ങനെ തോന്നും അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു പ്രോഗ്രസീവ് ഡിസിപ്ലിൻ പോളിസി എന്താ പറയാ അഡോപ്റ്റ് ചെയ്യുന്നത് ഏത് ബിസിനസ് ഓർഗനൈസേഷൻസിലും ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് if they take some mild disciplinary actions against the employees and also severe punishments for serious misconduct, അതായത് ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഗൗരവം കൂടുന്നതനുസരിച്ച് സിവിയർ പണിഷ്മെന്റുകളും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു തെറ്റുകളാണെങ്കിൽ മൈൽഡ് ഡിസിപ്ലിനറി ആക്ഷൻസും അടക്കം തന്നെ ഇനീഷ്യൽ സ്റ്റേജസിൽ പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഈ ഡിസിപ്ലിൻ പോളിസിയുടെ ഒരു പ്രത്യേകത. ക്ലിയർ ആയോ? പ്രോഗ്രസീവ് ഡിസിപ്ലിൻ മനസ്സിലായോ? മനസ്സിലായല്ലോ? അപ്പൊ പ്രോഗ്രസീവ് ഡിസിപ്ലിന്റെയും ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അപ്ലൈ ചെയ്യാം. പ്രോഗ്രസീവ് ഡിസിപ്ലിൻ ഈസ് ദ ബെസ്റ്റ് വേ ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ among the employees is the adoption of progressive discipline policy. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. പിന്നെ കൂടാതെ അതിന്റെ അടുത്ത പാരഗ്രാഫ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് according to the disciplinary policy of an organization should take mild disciplinary actions at the initial stages and then move to the more severe punishments. ചെറിയ ചെറിയ തെറ്റുകൾക്ക് മൈൽഡ് ആയിട്ടുള്ള ഡിസിപ്ലിനറി ആക്ഷൻസും കൂടുതൽ സീരിയസ് ആയിട്ടുള്ള തെറ്റുകളാണെങ്കിൽ സീരിയസ് ആയിട്ടുള്ള സിവിയർ ആയിട്ടുള്ള പണിഷ്മെന്റ്സും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ പോളിസിയുടെ പ്രത്യേകത. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇഫ് എൻ എംപ്ലോയി ക്രിയേറ്റ് സം ഇൻഡിസിപ്ലിൻ ആക്ഷൻ, എന്തെങ്കിലും തരത്തിലുള്ള ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എംപ്ലോയീസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? They should be given a verbal warning. ഒരു ജോലിയിൽ പുതിയതായിട്ട് വന്ന് ചേർന്ന ഒരാള് തിരിച്ച് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ആൾ പഠിച്ചൊക്കെ വരുന്നേ ഉള്ളൂ. എങ്കിലും നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ നമ്മുടെ ജോലിക്കായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഇവിടുത്തെ ടൈമിംഗ് ഈസ് ഫ്രം ദിസ് ടു ദിസ് എന്ന് പറയും അല്ലെ. 9 to 5 എന്നായിരിക്കാം, 10 to 6 എന്നായിരിക്കാം. അത് ഒരു ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ സമയം അവരെന്തായാലും ഒരു ക്രമം പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോ നമ്മള് എന്ത് ചെയ്യുന്നു? പിറ്റേ ദിവസം ജോലിക്കായിട്ട് വരുന്നു. ചിലപ്പോ ആദ്യത്തെ ദിവസമല്ലേ ചീത്തൊന്നും പറയില്ലായിരിക്കും. ആദ്യത്തെ ദിവസമാണ്, ടെൻഷനാണ്. അപ്പൊ നമ്മൾ ഒരുങ്ങിയും പിടിച്ചും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു കഴിഞ്ഞപ്പോ ചിലപ്പോ ആദ്യത്തെ ദിവസം ജോലിക്കോളല്ലേ അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലൊക്കെ ഒന്ന് പോയി അപ്പിച്ച് വൈകി 5 മിനിറ്റ് അറിയും ബസ് ഒന്ന് ലേറ്റ് ആയി, എന്തെങ്കിലും ആയിക്കോട്ടെ. ബസ് ലേറ്റ് ആവൂല, ബസ്സുകാരൊക്കെ അവരുടെ കൃത്യസമയത്തിന് സ്റ്റാൻഡിംഗ് ഒക്കെ പുറപ്പെടും, അല്ലെങ്കിൽ പോകുന്ന വഴി കൂടിയൊക്കെ കടന്നു പോകും. നമ്മളാണ് ഒബിയസ്ലി ലേറ്റ് ആവാറ്. പക്ഷെ നമ്മൾ പറയും ബസ് എന്തെങ്കിലും ചോദിക്കുന്നേ ബസ് ഇത്തിരി ലേറ്റ് ആയി എന്നേ നമ്മൾ പറയാറുള്ളൂ. അവരെ കൃത്യസമയത്തുള്ള സമയത്ത് അവരോട് പോകും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ആദ്യ ദിവസം തന്നെ നമ്മൾ വൈകി വന്നു. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഇവിടുത്തെ സമയം ഓൾറെഡി പറഞ്ഞിട്ടാണ് ആള് പോയത്. ഡേറ്റ് ഓഫ് ജോയിൻ ആൾ വന്ന് ആദ്യത്തെ ദിവസം തന്നെ കൃത്യമായിട്ട് സമയത്തിന് വരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. അപ്പൊ വരുന്നത് വൈകിയാണെങ്കിൽ ഫസ്റ്റ് ദേ ഷുഡ് ബി ഗിവൺ സം വെർബൽ വാർണിംഗ്. അതുകൊണ്ടേ ഇതല്ലോ സമയം ഒരിക്കലും നമ്മൾ സമയം പറയല്ലോ. ടൈം ഈസ് 9:30. അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന മാനേജ്മെന്റിന്റെ അവിടെ ഇരിക്കുന്ന ആളുകൾ നോക്കും. ആള് കയറി വരുമ്പോ 9 മണിയാണ്, പക്ഷെ 9:30 കയറുമ്പോൾ വേഗത്തിന് നോക്കി നോക്കും. അതിന്റെ അർത്ഥം എന്താ? ആ ഒരു ആക്ഷനിലൂടെ നമ്മുടെ അർത്ഥം എന്താ? സമയം വൈകിട്ട്. അതുകൊണ്ട് എന്താ പറയാ മാനേജർ അവിടേക്ക് നോക്കുന്നതെന്ന് അല്ലെ. അത് കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ട് പറയണം എന്ത് സമയം ഇതല്ല, അതൊരു വെർബൽ വാർണിംഗ്. സോ ദിസ് ഇസ് ദ വാർണിംഗ്. അതൊരു വാർണിംഗ് ആണ്, അങ്ങനെ കൊടുക്കുക. ഇനി ആ വാർണിംഗ് കൊടുത്തു, നെക്സ്റ്റ് ഡേക്ക് പിന്നെ ഇന്നലെ വാർണിംഗ് എന്നാണല്ലോ എന്ന് വെച്ച് വീണ്ടും കറക്റ്റ് ആയിട്ട് വന്നു. ഒരു ആഴ്ച കഴിഞ്ഞു അല്ലെങ്കിൽ അടുത്ത ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഒരു ദിവസം വീണ്ടും വൈകി വന്നിട്ടാണ്. അപ്പൊ എന്താണ് അത് ആളുടെ ഒരു ശീലം പോയാലോ എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ ആ ഒരു എന്താ പറയുക മിസ്കോണ്ടാക്ട് അവര് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ ചാർജ് ഷീറ്റ് ഹാവ് ടു ബി ഗിവൺ. എന്ത് ചെയ്യണം? ഒരു ചാർജ് ഷീറ്റ് കൊടുക്കണം. എന്ന് വെച്ചാൽ അവര് അവിടുത്തെ ഡിസിപ്ലിനറി ആക്ഷൻ തെറ്റിച്ചു എന്നുള്ളൊരു കാണിച്ചുകൊണ്ടുള്ള ഒരു ചാർജ് ഷീറ്റ് ആണ് കൊടുക്കുക, ആ മിസ്റ്റേക്ക് ആവർത്തിക്കുകയാണെങ്കിൽ. ആൻഡ് അഗെയിൻ ചാർജ് ഷീറ്റ് കിട്ടിയിട്ടും ഫർദർ he or she continues the same thing. വീണ്ടും ഡിസിപ്ലിനറി ആക്ഷൻ തെറ്റിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ this may lead to suspension or also finally leads to dismissal. പറഞ്ഞു കൊടുത്തിട്ടും എത്ര പ്രാവശ്യം നമ്മൾ വാർണിംഗ് ചെയ്തിട്ടും ആള് ഇതേ തെറ്റുകൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് മാറി ചാർജ് ഷീറ്റും മാറി എന്തിലേക്ക് പോകും? സസ്പെൻഷനിലേക്ക് പോകും. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് മാത്രമുള്ള ഒരു വിട്ടു നിൽക്കലാണ്. അതല്ല എന്നിട്ടും ശരിയായിട്ടില്ല എങ്കിൽ ഡിസ്മിസലിലേക്ക് വരെ പോകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ മിസ്കോണ്ടാക്ട് എന്തിലേക്ക് നയിക്കും? ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പ്രവർത്തികള്
ഈവൻ ഒരു എംപ്ലോയിനെ ഡിസ്മിസ് ചെയ്യുന്ന രീതിയിലേക്ക് വരെ നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, മനസ്സിലായോ? ആ എക്സാമ്പിൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എക്സാമ്പിള് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് എക്സാമ്പിള്. If an employee creates indiscipline in any form, first he should be given a verbal warning. If he does not rectify this mistake, then a charge sheet can be given to him. And further, if he continues with charge sheet കൊടുത്ത ആൾക്ക് അതെല്ലാം വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ with his interdisciplinary behavior, indisciplinary behavior വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ can be suspended and finally terminated. Terminated means dismissed. Okay. അപ്പോ ഈ പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്താ പ്രത്യേകത എന്നറിയാം? ഈ പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ക്യാൻ ബി സ്റ്റേഡ് വിത്ത് ദ എംപ്ലോയി ഡ്യൂറിംഗ് ഹിസ് കരിയർ പീരിയഡ്. ഒരു കരിയർ പീരിയഡിൽ ഫുള്ള് നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമാണ് എന്താ പറയാ പ്രോഗ്രസീവ് ഡിസിപ്ലിൻ ആക്ഷൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അതിങ്ങനെ പടിപടിയായിട്ട് ഓരോ ദിവസവും നമ്മൾ എത്ര കാലം ആ ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മൾ ജോലി ചെയ്തു, നമ്മുടെ ആ കരിയർ പീരീഡ് മുഴുവൻ നമ്മൾ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഡിസിപ്ലിനറി പോളിസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസിപ്ലിനറി പ്രോഗ്രസീവ് ഡിസിപ്ലിൻ പോളിസി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഫ്രം ദ ഡേറ്റ് ഓഫ് ജോയിനിങ് ദ ഓർഗനൈസേഷൻ, നമ്മുടെ ഓർഗനൈസേഷനിൽ ജോലിക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തത് മുതൽ അപ് ടു ദ ടൈം ഓഫ് റിട്ടയർമെന്റ്, നമ്മൾ ആ ഓർഗനൈസേഷനിൽ റിട്ടയർ ചെയ്ത് പോകുന്നത് വരെ നമ്മുടെ ആ ഒരു പ്രോഗ്രസീവ് ഡിസിപ്ലിൻ അവിടെ നമ്മളിൽ നിലനിൽക്കും എന്നാണ്. അപ്പോ പ്രോഗ്രസീവ് ഡിസിപ്ലിന് എന്താ പ്രത്യേകത എന്നറിയോ? ഇറ്റ് ക്യാൻ റേസ് ദ എംപ്ലോയീസ് ലെവൽ, അതായത് ഒരു എംപ്ലോയിയുടെ നിലവിലുള്ള നിലയിൽ നിന്ന് ആളെ പുരോഗതിയിലേക്ക് എത്തിക്കുക എന്ന് വെച്ചാൽ ആളുടെ ലെവലിനെ മാറ്റാനും അറ്റ് ദ സെയിം ടൈം ഇറ്റ് ക്യാൻ ഓൾസോ റിസൾട്ട് ഇൻ ഡിസ്മിസൽ. അതെന്തിലേക്ക് നയിക്കും? ഒരാളുടെ ഇപ്പൊ ഉള്ള നിലവിലുള്ള നില എന്താണ്? ഒരു നിലവിലേക്ക് ഉണ്ടല്ലോ ഒരു ജോലി നമ്മൾ ചെയ്യുമ്പോൾ, നല്ല ഒരു ജോലിയൊക്കെ ചെയ്യുമ്പോൾ ആ ഓരോ ജോലിക്കും അതിൻ്റെതായ നിലയും നിലയൊക്കെ ഉണ്ട് അല്ലെ? നമ്മൾ പറയാറില്ലേ ഏത് ജോലിക്കും അതിൻ്റെതായ നിലയും നിലയൊക്കെ ഉണ്ട്. അപ്പൊ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ, പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിലും അവർക്ക് അതൊരു നല്ല നിലയിലേക്ക് എത്തിക്കും അവരെ. അതെല്ലാം അത് മോശമായ രീതിയിലാണ് നമ്മൾ അതിനെ ഡീൽ ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ഡിസ്മിസലിലേക്കും അത് കൊണ്ടുവരും. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇറ്റ് റിവാർഡ്സ് ആൻ എംപ്ലോയി അറ്റ് ദ സെയിം ടൈം ഇറ്റ് ക്യാൻ ഓൾസോ പണിഷ് ഹിം. അതായത് നമുക്ക് നേട്ടമുണ്ടാക്കി തരില്ല, അല്ലെങ്കിൽ നമുക്ക് പ്രതിഫലം തരുന്നതുമാണ്, അതേസമയം തന്നെ നമുക്ക് പണിഷ്മെന്റ് ശിക്ഷ നൽകുന്ന ഒന്നുകൂടിയാണ് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ പ്രോഗ്രസീവ് ഡിസിപ്ലിൻ നല്ല രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെതായ ഫലം, പ്രതിഫലം ആ ഒരു കരിയറിൽ നമുക്ക് കിട്ടും. അതേസമയം നമ്മൾ എത്ര പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല, എല്ലാം പല രീതിയിൽ അവർ പറഞ്ഞു മനസ്സിലാക്കിയൊക്കെ നോക്കി, പക്ഷെ നമ്മളിൽ മാത്രം യാതൊരു മാറ്റവും ഇല്ല എങ്കിൽ ഇറ്റ് മേ ലീഡ് ടു പണിഷ്മെന്റ്. അത് എന്തിലേക്ക് നയിക്കും? നമ്മൾക്കുള്ള ശിക്ഷയിലേക്ക്. ശിക്ഷ എന്ന് പറയുന്നത് എന്താ? മാക്സിമം ശിക്ഷ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്മിസ് ചെയ്യുക, അതാണ്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ സെന്റൻസുകള്? യെസ്, ആ ഒരു കുഞ്ഞു പാരഗ്രാഫ് നന്നായിട്ട് പഠിക്കാനുള്ളതാണ്. അതിനകത്ത് 2-3 സെന്റൻസ് ഒക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുണ്ട്. ഒന്ന് വെറുതെ ഒന്ന് വേഗം വായിച്ചു നോക്കുക, ഒന്ന് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. വായിച്ചു നോക്കുക. വായിച്ചോ? വായിച്ചോ? ഓക്കെ, കുഴപ്പമില്ലല്ലോ. വായിച്ചിട്ട് ക്ലിയർ ആയില്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ആർക്കും? ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു എനർജി ഒന്നും വന്നില്ല? ക്രിസ്മസ് ഒക്കെ നന്നായി സെലിബ്രേറ്റ് ചെയ്തില്ലേ? ഇല്ലാന്ന് പറയുമ്പോ ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ ദിവസം ഏതൊരു ക്ലാസ്സിൽ ചോദിച്ചപ്പോ ഒരു കുട്ടി സെലിബ്രേറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു.
ആള് യുപിയിലാണ്, അതുകൊണ്ട് അവിടെ മര്യാദയ്ക്കൊന്നും അങ്ങനത്തെ ആ ക്രിസ്മസ് സെലിബ്രേഷൻ ഇല്ല എന്ന് പറഞ്ഞു. യുപിയിലൊക്കെ, ഉത്തർപ്രദേശിലൊക്കെ. ശരിയാണ്, അവര് നോർത്ത് ഇന്ത്യൻസ് കൂടുതലും ഹോളി അതുപോലെ തന്നെ ദീപാവലി അതൊക്കെയാണ് സെലിബ്രേറ്റ് ചെയ്യുക. ഓണം ക്രിസ്തുമസ് ഒക്കെ അവര് എപ്പോഴെങ്കിലൊക്കെ നാട്ടിലുള്ള ആൾക്കാർ വിളിച്ചു പറഞ്ഞാലേ പിന്നെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത ആളുകൾ കൊടുക്കുന്നത് കൊണ്ട്, നാട്ടിലുള്ളവർ കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ മനസ്സിലാവും, ഓർമ്മ വരും. അതല്ലാന്നുണ്ടെങ്കിൽ പണ്ടത്തെ കാലത്തൊക്കെ രക്ഷയില്ല, അറിയില്ല അല്ലെ, കത്തൊക്കെ അയച്ച് പിടിച്ചൊക്കെ വരുമ്പോഴേക്കും ഓണവും ക്രിസ്മസും ഒക്കെ കഴിഞ്ഞു വരും. ഓക്കെ, അപ്പൊ എല്ലാവരും ഉഷാറാണോ? ഉഷാറായിട്ടിരിക്കുന്നോ? യെസ് യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇൻഡിസിപ്ലിനെ കുറിച്ചിട്ടും അല്ലെ. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇൻ ആ ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ട ഒരു കാര്യമാണ് എംപ്ലോയീസിന്റെ ഡിസിപ്ലിൻ ടു അച്ചീവ് ദ ഓർഗനൈസേഷൻ ഗോൾസ്. ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ എല്ലാ എംപ്ലോയീസും ഒരുപോലെ ഡിസിപ്ലിൻഡ് ആകണം. They should keep a standard behavior. ഒരു നല്ല നിലവാരമുള്ള പെരുമാറ്റമായിരിക്കും എല്ലാ എംപ്ലോയീസിനും ആ ബിസിനസ് ഓർഗനൈസേഷനിലും ഉണ്ടാകേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ അതൊക്കെ പറഞ്ഞു. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഡിസിപ്ലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ എല്ലാ എംപ്ലോയീസിനും നമുക്ക് ഡിസിപ്ലിൻഡ് ആക്കണം. അത് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ എങ്കിലും എന്താണ്, പക്ഷെ ഇത് എപ്പോഴും കൃത്യമായിട്ട് പ്രാക്ടിക്കലായിട്ട് പറയുമ്പോൾ ഇത് പോസിബിൾ ആണോ, എല്ലാവരും ഡിസിപ്ലിൻഡ് ആകുമോ എന്നുള്ളതിൽ നമുക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷനിൽ there may be some chances of misconduct or indiscipline. ബിസിനസ് ഓർഗനൈസേഷൻ ഇതുപോലെയുള്ള എന്താ പറയാ നല്ല അച്ചടക്കമില്ലായ്മ അല്ലെങ്കിൽ മിസ്കോണ്ടക്ട്, അച്ചടക്കമില്ലാന്ന് മാത്രമല്ല ചിലപ്പോഴൊക്കെ ചില എന്താ പറയാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തികൾ, ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളും ചില എംപ്ലോയീസ് കാഴ്ചവെക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടോപ്പിക് ഡിസിപ്ലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇൻഡിസിപ്ലിൻ ഓർ മിസ്കോണ്ടക്ട്. കണ്ടുപോയി. അപ്പൊ വാട്ട് യു മീൻ ബൈ മിസ്കോണ്ടക്ട് ഓർ ഇൻഡിസിപ്ലിൻ എന്താണ്? ഇപ്പൊ ഇൻഡിസിപ്ലിൻ അല്ലെങ്കിൽ മിസ്കോണ്ടക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലേഷൻ ഓഫ് ദ കമ്പനീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. തീർച്ചയായിട്ടും ഒരു കമ്പനിയുടെ, ഒരു ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിക്കുക, വയലേറ്റ് ചെയ്യുക, ലംഘിക്കുക, അതിനെയാണ് എംപ്ലോയീസ് അങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മിസ്കോണ്ടക്ട് അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഫസ്റ്റ് സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വയലേഷൻ ഓഫ് കമ്പനീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബൈ ദ എംപ്ലോയീസ് ഈസ് ടേംഡ് ആസ് മിസ്കോണ്ടക്ട്. ഇനി ഈ മിസ്കോണ്ടക്ട് ഉണ്ടായാൽ അത് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ബിസിനസ്സിന് കൊണ്ടുവരിക അല്ലെ. എന്താ ഗുണത്തേക്കാളേറെ ദോഷം? ഇപ്പൊ ഞാൻ പതിവായിട്ട് ഒരു ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഐ എം വയലേറ്റിംഗ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷൻ്റെതായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ എപ്പോഴും വയലേറ്റ് ചെയ്ത് തെറ്റിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. നേരത്തെ ഇന്ന സമയത്ത് വരണമെന്ന് പറയുന്നു, സമയത്ത് വരുന്നില്ല. ഇനി ഇന്ന സമയത്ത് നമ്മൾ ലീവ് ചെയ്യുന്നത്, പക്ഷെ നേരത്തെ പോകുന്നു. ചെയ്യേണ്ട ജോലികൾ പകുതി മുക്കാലും ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് അവിടെ ഇടുന്നു, പെൻഡിങ് ഇടുന്നു. അടുത്ത ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു പോകുന്നു, പക്ഷെ പിറ്റേ ദിവസം എന്തെങ്കിലും കാരണവശാൽ ലീവ് എടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കുറെ മിസ്കോണ്ടക്റ്റുകളൊക്കെ വരുമ്പോ എംപ്ലോയീസ് എന്താ പറയാ, അവരുടേതായ ഒരു റെപ്യൂട്ടേഷനെയാണ് അത് ബാധിക്കുക എംപ്ലോയീസിന്റെ. കാരണം എന്താ പറയാ, പലപ്പോഴും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആളുകൾ തിരച്ചുണ്ട് എന്ത് പറയും, ആള് ഭയങ്കര ഉഴപ്പാ ജോലി ചെയ്യുന്നത് കണ്ടോ. അപ്പൊ നമ്മുടെ റെപ്യൂട്ടേഷനെ ഓരോ എംപ്ലോയീസും അവരുടേതായ രീതിയിൽ മിസ്കോണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ അഫക്ട് ദ റെപ്യൂട്ടേഷൻ ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ റെപ്യൂട്ടേഷനെ, അവന്റെ പദവി അല്ലെങ്കിൽ അവന്റെ ഓരോരുത്തർക്കും ഒരു നിലയൊക്കെ ഉണ്ടല്ലോ, ആ നിലയൊക്കെ ബാധിക്കും. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ബ്രിങ് നെഗറ്റീവ് ഇമ്പാക്ട് ഇൻ ഹിസ് കരിയർ ഗ്രോത്ത്. കരിയർ ഗ്രോത്തില് അത് ആൾക്ക് എന്തുകൊണ്ട് വരും? നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് അല്ലെ. കാരണം എന്താ വെച്ചാൽ ഒരു ജോലിക്ക് സേവനത്തിന് സർവീസിൽ ഇരിക്കുന്ന സമയത്ത് വാട്ട് എവർ ഗുഡ് തിങ്സ് യു ആർ ഡൂയിങ്, നമ്മൾ എത്രത്തോളം നന്മ പ്രവർത്തികൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, എത്രത്തോളം ഒബീഡിയന്റ് ആയിട്ട്, എത്രത്തോളം ഡിസിപ്ലിൻഡ് ആയിട്ട് ഓർഗനൈസേഷനിൽ നമ്മുടെ കരിയർ കംപ്ലീറ്റ് ചെയ്യുന്നു, അതിൻ്റെതായ ഒരു ഗുണം നമുക്ക് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ കരിയർ ഗ്രോത്തിനെ അത് ബാധിക്കും. നമുക്കൊരു പുരോഗമനം ഉണ്ടാവില്ല. എന്ത് ജോലിക്കായിട്ടാ കയറിയ ഒന്നും ആ ലെവലിൽ തന്നെ നിൽക്കും. അതേസമയം നമ്മുടെ ഹിസ്റ്ററി, നമ്മുടെ ആ കരിയറിന്റെ ഹിസ്റ്ററി ബാക്കിലേക്ക് കടത്ത് നോക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു, ഡിസിപ്ലിൻഡ് ആണ് അല്ലെ, നമ്മൾ ഓർഗനൈസേഷന്റെ വളർച്ചയ്ക്ക് വേണ്ടി
വികസനത്തിന് വേണ്ടി നമ്മൾ ഭയങ്കര കമ്മിറ്റ്മെന്റോട് ജോലി ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണക്കിലെടുത്തിട്ടാ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയിയുടെ കരിയർ ഡെവലപ്പ് ആകുക, അല്ലെ, പ്രൊമോഷൻ കിട്ടുന്നത്, അല്ലെ, അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ജോലി ചെയ്യാൻ, ട്രാൻസ്ഫർ ചെയ്ത് ജോലി ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ടാവും. അതിനെയൊക്കെ നെഗറ്റീവായിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ബാധിക്കും. എങ്ങനെയാണെങ്കിൽ if the employees are indisciplined ആണെങ്കിൽ, അപ്പൊ രണ്ട് അഡ്വേഴ്സ് ഇഫക്റ്റുകളാണ് ഈ ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പ്രവർത്തികൾ കൊണ്ടുണ്ടാകുക. അഡ്വേഴ്സ് ഇഫക്ട് മീൻസ് എന്താ? പ്രതികൂലമായിട്ട് ബാധിക്കുക കേട്ടോ, പ്രതികൂലമായിട്ടുള്ള ബാധിക്കലാണ്, അനുകൂലമല്ല കേട്ടോ, പ്രതികൂലമായിട്ട് എംപ്ലോയീസിനെ ബാധിക്കുന്നത് ഏതൊക്കെയാണ്? ഒന്ന്, it adversely affect the reputation of the employees and also it will bring negative impact on his career growth. കരിയർ ഗ്രോത്തിനെയും അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യും, അതുപോലെ തന്നെ ആളുടെ റെപ്യൂട്ടേഷനെയും അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ക്ലിയർ ആയോ? ആ സെന്റൻസിന്റെ അർത്ഥം മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ആ സെന്റൻസ് അങ്ങനെ എഴുതിയേക്കുന്നതുകൊണ്ടാണ്. നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഒക്കെ പഠിച്ചിട്ടില്ലേ പണ്ട് ഇംഗ്ലീഷിലെ? നോട്ട് ഓൺലി ബട്ട് ഓൾസോ ചേർത്തിട്ട് രണ്ട് നെഗറ്റീവ് കാര്യങ്ങളെ കമ്പൈൻ ചെയ്ത് ഒറ്റ സെന്റൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, സോ അതുകൊണ്ട് എന്താ പറയാ, മിസ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യമില്ലേ, മിസ്കോണ്ടാക്ട് it not only take place inside the organization. ഈ മിസ്കോണ്ടാക്ട് സാധാരണ ബിസിനസ് ഓർഗനൈസേഷൻ അകത്ത് മാത്രമല്ല സംഭവിക്കുക, പിന്നെ അവിടെ സംഭവിക്കും, പുറത്ത് സംഭവിക്കും. എങ്ങനെ? ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയും. നമ്മളുടെ ഓർഗനൈസേഷന് ഒരു ജസ്റ്റ് എക്സാമ്പിൾ ആണ്. അതായത് നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യണം. when I am working in an organization, we have to think that it's our own organization. നമ്മളുടേതാണ്, നമ്മളുടെ നിലനിൽപ്പ്, എന്റെ നിലനിൽപ്പിന് എനിക്ക് ഈ ഓർഗനൈസേഷനും നിലനിൽപ്പേ മതിയാകൂ, അല്ലെ? എന്റെ ഡെവലപ്മെന്റിന്, എന്റെ കരിയർ ഗ്രോത്തിന്, എന്റെ പേഴ്സണൽ ഡെവലപ്മെന്റിന് ഈ ഓർഗനൈസേഷനിൽ എനിക്ക് നിൽക്കണമെങ്കിൽ, നാളെയും എനിക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യണമെങ്കിൽ ഈ ഓർഗനൈസേഷൻ ഇവിടെ നിലനിൽക്കണം, അല്ലെ? അപ്പൊ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചാൽ അത് ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ ആ ഓർഗനൈസേഷനെ മോശമായി ബാധിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുക. ഇപ്പൊ പുറത്തെത്തുന്ന ആളുകൾ പറയാണ്, ഓ അവിടെ ജോലി ചെയ്യുന്ന ആൾക്ക് ഭയങ്കര മോശമാണ്, ആ ജോലിക്കാരും മോശമാണ്, അതുകൊണ്ട് തന്നെ ആ ജോലിക്കാരെ കുറെ അങ്ങനത്തെ കുറെ ജോലിക്കാരെ അവിടെ ഉള്ളത് കൊണ്ടാണ് ആ ഓർഗനൈസേഷൻ ഇപ്പോഴും ഒരു വളർച്ചയൊന്നുമില്ല, ഒരു വികസനവും ഇല്ല. അങ്ങനെ തന്നെ എങ്ങനെ തുടങ്ങിയോ അങ്ങനെ തന്നെ ഇപ്പോഴും നിൽക്കുന്നത്. കാരണം അതിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് ഒന്നും അവിടെ ഇല്ല. കണ്ടോ, പുറത്തുനിന്ന് ആളുകൾ പറയും. കാരണം നമ്മൾ എത്രത്തോളം ഓരോ എംപ്ലോയീസും എത്രത്തോളം നമ്മൾ വിൽ ചെയ്യുന്നുണ്ട്, എന്താ പറയാ, നമ്മളുടെ വില്ലിങ്നെസ്, നമ്മുടെ ഓർഗനൈസേഷൻ വികസനം പ്രാപിക്കണം, എനിക്ക് നാളെയും ഇവിടെ തന്നെ ജോലി ചെയ്യേണ്ടതാണ്, അപ്പൊ അതിനുവേണ്ടി കമ്മിറ്റ്മെന്റോടെ ഞാൻ ജോലി ചെയ്യണം. അങ്ങനെ ഓരോ പ്രാവശ്യം വിചാരിച്ചു നോക്കിയേ, അല്ലെ? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് എല്ലാവരും ഒരുപോലെ നമ്മൾ ആക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും ആ ഓർഗനൈസേഷൻ വളർന്ന് നല്ല രീതിയിൽ പബ്ലിക്കിന്റെ ഇടയിൽ വലിയൊരു സെൽഫ് പേര്, നല്ലൊരു ഗുഡ് വില്ലുള്ള ഒരു ഫേമായി മാറും. മനസ്സിലായോ? പക്ഷെ ഇതെല്ലാം നേരെ തിരിച്ചാണെങ്കിലോ അപ്പൊ ഇത് മാത്രമല്ല, മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയാ കൃത്യമായിട്ട്, അതേസമയം ചില എംപ്ലോയീസ് ഓർഗനൈസേഷന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, പുറത്ത് ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന ചില എന്താ പറയാ നല്ല കാര്യങ്ങളല്ല, പുറത്ത് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ പറഞ്ഞു നടക്കുക. കണ്ടോ, അതാണ് മിസ്കോണ്ടാക്ട്. ഓർഗനൈസേഷൻ അകത്ത് മാത്രമല്ല നടക്കുക, പുറത്ത് നടക്കും. പബ്ലിക്കിന്റെ ഇടയിൽ പോയിട്ട് അവിടെയൊക്കെ ആരെങ്കിലും ഒക്കെ ആയിട്ട് കൂടുതൽ ചെറിയൊരു സമൂഹത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷന് എതിരെ സംസാരിക്കുക. ദാറ്റ് മീൻസ് നമ്മുടെ ഓർഗനൈസേഷന്റെ മോശം വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, സ്റ്റേറ്റ്മെന്റുകൾ ആ പബ്ലിക്കിന്റെ ഇടയിൽ വെറുതെ അങ്ങോട്ട് പറയുക. ഓക്കെ, ഇതൊക്കെ നെഗറ്റീവ് ഇമ്പാക്ട് ആണ് കൊണ്ടുവരിക. അപ്പൊ തീർച്ചയായിട്ടും മിസ്കോണ്ടാക്ട് ഈ ബിസിനസ് ഓർഗനൈസേഷൻ അകത്ത് മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല, ഇറ്റ് മേ ഓൾസോ ടേക്ക് പ്ലേസ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ, പുറത്തും നടക്കാറുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല, അല്ലെ? എത്ര മോശമാണെങ്കിലും എന്റെ ഓർഗനൈസേഷൻ, നമ്മുടെ വീട്ടിലുള്ള ആളുകളെ കുറിച്ച് നമ്മൾ മോശം പറയാറില്ലല്ലോ, ഇല്ലേ? എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ചിലപ്പോഴൊക്കെ നമ്മൾ 2-3 പേരൊക്കെ കൂടിയിരിക്കും, എന്തെങ്കിലുമൊക്കെ ചില എന്താ പറയാ ആരെങ്കിലും കുറിച്ച് എപ്പോഴെല്ലാം ഗോസിപ്പും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മളുടെ വീടിനകത്തുള്ള ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ അങ്ങനെ പറയാറില്ല, അല്ലെ? അങ്ങനെ പറയാറില്ല സാധാരണ. അതുപോലെയാണെന്ന് കരുതണം. ഒരു ഓർഗനൈസേഷനിൽ വർക്കിംഗ് നമ്മൾ ഒരു ബോണ്ടിങ് ഉണ്ട്, മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിലുള്ള ഒരു ബോണ്ടിങ്, ആ ഒരു റിലേഷൻഷിപ്പ്, നല്ല രീതിയിലുള്ള ഒരു കോർഡിയൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അത് കീപ്പ് ചെയ്ത് പോകണമെങ്കിൽ അവിടെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിനകത്തുള്ളത് അതിനകത്തില്ലേ, അല്ലെ? അവിടെ ട്രസ്റ്റ് വർത്തി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ മാനേജ്മെന്റ് എംപ്ലോയീസുമായിട്ടൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ട എംപ്ലോയീസ്. അത് പുറത്ത് പോയിട്ട് ആളുകളുമായിട്ട് ഷെയർ ചെയ്യുന്നു,
ഒരു കാര്യമില്ല ആ പബ്ലിക്കുമായിട്ട് ഷെയർ ചെയ്തതുകൊണ്ട്. കാരണം പബ്ലിക്കിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒന്നും കിട്ടാനില്ല അതിൽ നിന്ന്. പക്ഷെ നമ്മൾ അതങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇതിനെ കുറിച്ചിട്ടുള്ള മോശമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുത്തുമ്പോൾ അത് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആയിരിക്കും ഉണ്ടാക്കുക. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഓർഗനൈസേഷന്റെ പ്രമീസസിനകത്ത് മാത്രമല്ല മിസ്കോണ്ടക്ട് ഉണ്ടാക്കുക, ഔട്ട്സൈഡ് ഓർഗനൈസേഷനിലും ഉണ്ടായിരിക്കും. അപ്പൊ എപ്പോഴും എംപ്ലോയീസ് ഇൻഡിസിപ്ലിൻഡ് ആയിട്ടാണെങ്കിലുണ്ടല്ലോ എന്താണെന്നറിയോ ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഓൾവേസ് there will be absence. അതായത് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ആ സമയത്തിൽ മുഴുവനും കൂടുതൽ സമയം അവര് റിമെയിൻ ആബ്സെന്റ്, വളരെ ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട് എപ്പോഴും ഇങ്ങനെ എന്താ പറയാ എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവിടുത്തെ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ നമ്മൾ ലൈവ് ആയിട്ടിരിക്കണം, ആക്റ്റീവ് ആയിട്ടിരിക്കണം അല്ലെ. പക്ഷെ ഇങ്ങനെയുള്ള ഇൻഡിസിപ്ലിൻ ആയിട്ടുള്ള എംപ്ലോയീസ് ആണല്ലോ എപ്പോഴും ആബ്സെന്റ് മൈൻഡഡ് ആയിരിക്കും അല്ലെ. ഒരു തളർന്ന മട്ടാണ്, ഒരു നിസ്സാര മട്ട, ഒന്നിനെയും കാര്യം ഗൗരവത്തോടെ കാണാതെ ഒരു ആബ്സെന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാകുക. ഓക്കെ, അപ്പൊ ഇതൊക്കെ മിസ്കോണ്ടക്റ്റിന്റെ ലക്ഷണങ്ങളാണ്. മനസ്സിലായോ? ആ ഒരു പാരഗ്രാഫ് മനസ്സിലായോ? ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് ഫസ്റ്റും സെക്കൻഡും സെന്റൻസ് ആണ് നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നത്, 1 ഉം 2. ഇനി if the employees are indisciplined, ഇനിയും മറ്റു കുറെ പ്രശ്നങ്ങൾ ഈ ഇൻഡിസിപ്ലിൻഡ് ആകുന്നത് കൊണ്ടുണ്ട്. എംപ്ലോയീസ് ഡിസിപ്ലിൻഡ് അല്ല എങ്കിൽ ഇനിയും അത് എഫക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇറ്റ് റെഡ്യൂസസ് ദ കോൺസെൻട്രേഷൻ ലെവൽ ഓഫ് ദ എംപ്ലോയി. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല, നമ്മൾ ഡിസിപ്ലിൻഡ് അല്ല. കാരണം എന്താ, എപ്പോഴും നമ്മുടെ മൈൻഡ് ഇങ്ങനെ ആക്സിഡന്റ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ ശ്രദ്ധയില്ല, ഒന്നിനോടും ഗൗരവവും ഇല്ല, എന്റെ ജോലി എനിക്ക് ഇന്ന സമയത്ത് തീർക്കണം എന്നുള്ളൊരു വിചാരമില്ല, ഇങ്ങനെ ഒളിഞ്ഞും തുമ്പിയൊക്കെ ഇരിക്കും. അങ്ങനെ വരുമ്പോ എപ്പോഴും അവരുടെ കോൺസെൻട്രേഷൻ ഇല്ലാത്ത എംപ്ലോയീസ് ആയിട്ട് മാറും. മാത്രമല്ല ഇറ്റ് വിൽ അഫക്ട് ദെയർ പെർഫോമൻസ്. ആ പെർഫോമൻസ് ഒക്കെ അത് കുറഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പൊ ഇതെല്ലാം ഇതൊക്കെ അതായത് ഇൻഡിസിപ്ലിൻ ആയിട്ടുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഇതെല്ലാം തന്നെ ആബ്സെന്റ് മൈൻഡഡ് ആകുക, പിന്നെന്താണ് എംപ്ലോയീസിന്റെ എന്താ പറയാ കോൺസെൻട്രേഷൻ ലെവല് റെഡ്യൂസ് ചെയ്യാൻ കുറയുക, പെർഫോമൻസ് ലെവല് കുറയുക. ഇതെല്ലാം തന്നെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ ലക്ഷണങ്ങളാണ് ഈ പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ there will be changes in the behavior of the employees. എംപ്ലോയീസിന്റെ പെരുമാറ്റത്തിലും പല മാറ്റങ്ങളും കൊണ്ടുവരും. വെറുതെ ആവശ്യമില്ലാതെ ചില കാര്യങ്ങൾക്ക് മാനേജ്മെന്റിനെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതാണ് അതായത് ഫോർ എക്സാമ്പിൾ അവിടെ പറയുന്നത് he or she starts bothering the authority for overtime allowances. ഞങ്ങൾ കൂടുതൽ സമയം ജോലി ചെയ്യുന്നു, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് തൊട്ടതിനെ പിടിച്ചത് മാനേജ്മെന്റിനെ ശരി ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ളവരൊക്കെ ഈ ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ. എന്തൊക്കെ കണ്ടാലും കേട്ടാലും അതായത് ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ ബിസിനസ് ഓർഗനൈസേഷനിൽ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടിരുമ്പോ ചില എംപ്ലോയീസ് ഉണ്ട് ഇതെല്ലാം എന്താ പറയാ നെഗറ്റീവ് ആയിട്ട് എടുക്കും. അല്ലെങ്കിൽ അത് ശരിയല്ല, ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, ഞങ്ങൾക്ക് അത് വേണം, ഞങ്ങൾക്ക് ഇത് വേണം, ഇങ്ങനെ കുറെ കുറ്റപ്പെടുത്തലുകൾ, കുറെ ആരോപണങ്ങളൊക്കെ ഇങ്ങനെ വരും. കുറെ ഓവർ ടൈം അലവൻസ് വേണം അല്ലെ, ആനുകൂല്യങ്ങൾ കിട്ടിയതൊന്നും പോരാ, ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ ഇൻഡിസിപ്ലിന്റെ ഭാഗങ്ങളാണ്. അതിന് എക്സാമ്പിൾ പറഞ്ഞേക്കുന്നതാണ് കേട്ടോ. ഇനി മാത്രമല്ല ഇത്തരം ഇൻഡിസിപ്ലിൻഡ് ആണെങ്കിൽ മാനേജ്മെന്റ് ക്യാൻ ഡിറ്റക്ട് ദം ഈസിലി. ഇത്തരം ഈ പറയുന്ന ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മാനേജ്മെന്റ് ഹാവ് ടു ഡിറ്റക്ട് ഇറ്റ് ഈസിലി. പെട്ടെന്ന് അത് എങ്ങനെയെങ്കിലും കണ്ടെത്തിക്കോണം, എംപ്ലോയീസ് ഇൻഡിസിപ്ലിൻഡ് ആണോ അല്ലേ എന്നുള്ളത് കണ്ടെത്തുക. ആൻഡ് ഓൾസോ ഇമ്മീഡിയറ്റ് സ്റ്റെപ്സ് ഹാവ് ടു ബി ടേക്കൺ ടു അവോയ്ഡ് സച്ച് മിസ്കോണ്ടക്ട്. എന്ത് ചെയ്യണം, അത്തരം മിസ്കോണ്ടക്റ്റുകൾ അവോയ്ഡ് ചെയ്യാനുള്ള നെസസറി സ്റ്റെപ്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കുന്നതാണ്. എംപ്ലോയീസിന്റെ ഇടയിൽ ഇതുപോലെയുള്ള എന്താ പറയാ ശരിയായ രീതിയിൽ ഡിസിപ്ലിൻ അല്ല എങ്കിൽ അവരുടെ അപമര്യാദയായിട്ടുള്ള പെരുമാറ്റമോ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിക്കുന്നതോ ഒക്കെ ശ്രദ്ധയിൽപ്പെടണം. അത് പെടാൻ വേണ്ടി കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് ഒബ്സർവ് ചെയ്യണം എംപ്ലോയീസിനെ ഏതു നേരവും. അത് പറ്റിയില്ലെങ്കിൽ സൂപ്പർവൈസേഴ്സിനെ വെക്കണം. ആ സൂപ്പർവൈസേഴ്സിനോട് എംപ്ലോയീസിന്റെ ജോലിയും അവർ ചെയ്യുന്ന അവരുടെ പെരുമാറ്റവും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ആളുകളെ ഏൽപ്പിക്കണം. അവരത് നന്നായി ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും അപാകതകളൊക്കെ കണ്ടാൽ കൃത്യമായിട്ട് മാനേജ്മെന്റിനെ അറിയിക്കാൻ ആവശ്യപ്പെടണം. അതെല്ലാം എളുപ്പം കണ്ടെത്തണം. എളുപ്പം കണ്ടെത്തി അതിനുള്ള നടപടികൾ കൃത്യമായി സ്വീകരിക്കും. അതർവൈസ് എന്ത് പറ്റും, ഈ മിസ്കോണ്ടക്ട് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പോയി അവസാനം നമുക്ക് എന്താ പറയാ സൂചിക്കെടുക്കേണ്ടത്
തൂക കൊണ്ട് പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വലുതാണ്. അപ്പോ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പ്രശ്നങ്ങൾ കുഞ്ഞിതായിരിക്കുമ്പോ സോൾവ് ചെയ്യാനല്ലേ എളുപ്പം, അല്ലെ? പ്രശ്നങ്ങളെ ചെറിയ തുടക്കത്തിലെ മുളയിലെ നുള്ളുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളായിരിക്കുമ്പോ തന്നെ അതിനെ നമ്മൾ സോൾവ് ചെയ്യുക. അല്ലെങ്കിൽ അത്തരം കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ കണ്ടില്ല എന്ന് വെക്കുമ്പോഴാണ് അത് നമ്മളറിയാതെ വളരുന്നതും വലിയ വലിയ ഭീകരരൂപം അതിന് ഉണ്ടാകുന്നതും ഒക്കെ. അപ്പൊ പിന്നെ നമ്മള് നമ്മുടെ കയ്യിൽ നിന്ന് പോകുക എന്ന് പറയും, അല്ലെ? കയ്യിൽ നിന്ന് പോകും, നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റാത്തത്രയും രീതിയിൽ അത് വളർന്നിട്ടുണ്ടാകും. അതിനെയൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് മാനേജ്മെന്റ് have to detect the misconduct of the employees easily and also have to take accordingly they have to take steps to correct such mistakes. അത്തരം മിസ്കണ്ടക്റ്റുകളൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കുകയും വേണം. ക്ലിയർ ആയല്ലോ? മനസ്സിലായോ? അപ്പൊ നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് the concentration level of the employees also reduces gradually affecting his performance. ഇതൊക്കെ മിസ്കണ്ടക്റ്റിന്റെ ചില ലക്ഷണങ്ങളാണ് കേട്ടോ. അണ്ടർലൈൻ ചെയ്തിട്ട് ഓക്കെ, നമുക്ക് ആക്ട്സ് ഓഫ് ഇൻഡിസിപ്ലിൻ ഓർ മിസ്കണ്ടക്ട്. ഇനി ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ സാധാരണഗതിയിൽ കാണപ്പെടാറുള്ള ചില ഇൻഡിസിപ്ലിൻ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മിസ്കോണ്ടക്റ്റിന്റെ ചില പ്രവർത്തനങ്ങളാണ് നമുക്ക് ഇവിടെ കുറച്ച് ബുള്ളറ്റ് ഇതിനെ 1, 2, 3 നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണഗതിയിൽ സ്വാഭാവികമായിട്ടും ജനറലായിട്ട് കാണുന്ന ചില മിസ്കോണ്ടക്റ്റുകളാണ് ഇവിടെ താഴെ പറയുന്നത്. ഒന്നാമത്തേത് സ്ലോയിങ് ഡൗൺ ദ വർക്ക് പെർഫോമൻസ് വില്ലിംഗ്ലി. അതായത് ഇതൊരു മിസ്കോണ്ടക്റ്റ് ആണ്. അറിഞ്ഞുകൊണ്ട് തന്നെ എന്താ പറയാ, സ്വയം ബോധ്യത്തോടെ തന്നെ ഡെലിബറേറ്റ്ലി മനഃപൂർവ്വം ചെയ്യുന്ന ജോലിയൊക്കെ ആ ഒരു നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു എന്താ പറയാ സ്പീഡും അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ഗൗരവം ഒക്കെ ഉണ്ട്, അല്ലെ? നമ്മൾ ആ ജോലി ചെയ്യുന്നതിനും. പക്ഷെ അറിഞ്ഞുകൊണ്ട് അത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കുറയ്ക്കുക. ചെയ്യുന്ന പ്രവൃത്തിയുടെ ആ ജോലി ഇപ്പൊ എന്താ പറയാ, ഒരു ദിവസം നമ്മൾ ഇപ്പൊ ചില സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ കണക്കൊക്കെ പറയുകയാണെങ്കിൽ ഒരു ദിവസം നമ്മൾ ഒരു 10 യൂണിറ്റ് എന്തെങ്കിലും സാധനം പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷെ ഈ മിസ്കോണ്ടക്റ്റിന്റെ ഭാഗമായി എന്ന് വെച്ചാൽ മാനേജ്മെന്റിനോടോ അല്ലെങ്കിൽ മറ്റ് ബിസിനസ് ഓർഗനൈസേഷനോടുള്ള എന്തെങ്കിലും കാര്യത്തോടുള്ള പുള്ളിയുടെ അതൃപ്തി അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലായ്മ പുള്ളിനെ ആ 10 എന്നുള്ളത് ഒരു 5 യൂണിറ്റ് സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നതിലേക്ക് കുറപ്പിച്ചു. എന്ന് വെച്ചാൽ ചില മനഃപൂർവ്വമാണ് 10 പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ എന്തോ അറിയില്ല, ചില കാരണങ്ങൾ കൊണ്ട് പുള്ളിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ 10 എന്നുള്ള യൂണിറ്റ് 5 യൂണിറ്റ് ആയിട്ട് കുറയ്ക്കുക. അതാണ് ചിലപ്പോ ഒരു സാധനത്തിന്റെ ഒരു എന്തെങ്കിലും പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഇതുമായിട്ട് എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. വളരെ ഇപ്പൊ വേണമെങ്കിൽ ടീച്ചേഴ്സ് ഒക്കെ ജോലി ചെയ്യുമ്പോൾ എന്താ പറയാ, കഴിഞ്ഞ ദിവസമൊക്കെ നല്ല രീതിയിൽ ക്ലാസ് എടുത്തിരുന്നു. കൃത്യമായിട്ട് അതിന്റെ കാര്യം ഗൗരവത്തോടെ ആ ഒരു പർട്ടിക്കുലർ ടൈമിലൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ മനസ്സിലാകുന്ന രീതിയിലൊക്കെ. പക്ഷെ ചില ദിവസം എന്നോട് വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് കൊണ്ടുപോയി, അല്ലെ, ഒന്നും മനസ്സിലായില്ല, ടീച്ചർക്ക് മനസ്സിലായില്ല, കുട്ടികൾക്കും മനസ്സിലായില്ല. ആ രീതിയിലാവുമ്പോ കണ്ടോ മനഃപൂർവ്വം അതൊക്കെ ചില ആരോടെങ്കിലും ഉള്ള ചില മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം ചിലപ്പോ അങ്ങനെ വരുന്നത്, അല്ലെ? അപ്പൊ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ പെർഫോമൻസിനെ കുറയ്ക്കുക. അത് ഒരു മിസ്കോണ്ടക്റ്റിന്റെ ഒരു കാര്യം കേട്ടോ. അല്ലാതെ അബദ്ധവശാൽ പറ്റുന്ന കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. സ്ലോയിങ് ഡൗൺ ദ വർക്ക് പെർഫോമൻസ് വില്ലിംഗ്ലി. വർക്ക് പെർഫോമൻസ് അറിഞ്ഞുകൊണ്ട് തന്നെ സ്ലോ ചെയ്യുക. ഒന്നാമത്തെ പോയിന്റ്. മനസ്സിലായോ? ടീച്ചർമാരെയും ആൾക്കാരും നാട്ടുകാരെയൊക്കെ പിടിച്ച് കുറ്റപ്പെടുത്തിയാണ് ഞാനിവിടെ എക്സാമ്പിൾ പറയണേ. ഓക്കെ, ഇതിന് പറയണ്ടേ നമുക്ക്, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് willingly disobey whether individually or in a group any lawful or important order of the boss. അതായത് ബോസ് എന്ന് പറഞ്ഞ മാനേജ്മെന്റ് നൽകുന്ന ചില പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഓർഡർ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതനുസരിക്കില്ല എന്ന് വ്യക്തിപരമായോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടോ എന്തെങ്കിലും ഒരു കാര്യം ഒരു ഓർഡർ ഇടുകയാണ് മാനേജ്മെന്റ്, ഇന്ന കാര്യം എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ ഇടുകയാണ്. ആ ഓർഡർ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ അത് പാലിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ മാറി നിൽക്കുന്നു, എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നു. അതൊരു മിസ്കോണ്ടക്ട് ആണ്. അല്ലെങ്കിൽ എന്റെ കൂടെ നിൽക്കുന്ന കുറെ ടീച്ചേഴ്സ് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് മാറി, ഞങ്ങൾ കൊണ്ടത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാറി നിൽക്കുന്നത് ഫോളോ ചെയ്യണം. ഓക്കെ, അതൊക്കെ ഒരു മിസ്കോണ്ടക്ട് ആണ്. അപ്പൊ വിൽഫുള്ളി എന്ത് ചെയ്യുന്നു, ഡിസൊബേയിങ് അല്ലെങ്കിൽ എന്താ പറയാ ഇൻഡിവിജ്വലി അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടൊക്കെ വിൽഫുള്ളി നമ്മൾ ചില കാര്യങ്ങൾ ഡിസൊബേ ചെയ്യുക, അനുസരിക്കാതിരിക്കുക. എന്തെങ്കിലും ഒരു പ്രത്യേക
പർട്ടിക്കുലർ ആയിട്ടുള്ള ലോ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഡർ ആയിരിക്കും ഫ്രം ദ ബോസ്, ബോസിൽ നിന്നുള്ള എന്തെങ്കിലും ഓർഡർ. ക്ലിയർ ആയോ? രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ. മൂന്നാമത്തേത് കണ്ടക്ടിങ് ഫ്രോഡ് വിത്ത് ദ ബിസിനസ് ആൻഡ് ദ പ്രോപ്പർട്ടി ഓഫ് ദ എംപ്ലോയർ. ഇനി എംപ്ലോയറുടെയോ അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷന്റെ പ്രോപ്പർട്ടിയോ എന്താക്കുക? കണ്ടക്ടിങ് ഫ്രോഡ്, അത് വെച്ചിട്ട് എന്തെങ്കിലും ഫ്രോഡ് ബിസിനസ് ചെയ്യാം. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ എന്താ പറയാ, ഒരു എന്തെങ്കിലും ടെക്സ്റ്റൈൽ ഷോപ്പോ എന്തൊക്കെയെന്ന് വിചാരിക്കാം. അപ്പൊ മാനേജ്മെന്റ് ഇപ്പൊ എംപ്ലോയീസിനെ ഏൽപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും ചില കാര്യങ്ങൾ, ചില ദിവസമൊക്കെ ചിലപ്പോ ബിസിനസ് സംബന്ധമായിട്ടുള്ള വല്ല ട്രിപ്പോ ഒക്കെ പോകേണ്ടി വരികയാണെങ്കിൽ എംപ്ലോയീസിനൊക്കെ ഏൽപ്പിച്ചിട്ട് പോകുക. എംപ്ലോയീസ് എല്ലാവരും കൂടി ചേർന്ന് എംപ്ലോയർ ഇല്ലാത്ത തക്കം അല്ലെങ്കിൽ മാനേജ്മെന്റ് ഇല്ലാത്ത തക്കം നോക്കി എന്തെങ്കിലും ഫ്രോഡ്ലെസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ ചെയ്യുക, തെറ്റായ ചില കാര്യങ്ങൾ ആ ബിസിനസ്സിനകത്ത് ചെയ്ത് ഉണ്ടാക്കുക. ഓക്കെ, അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതൊക്കെ മിസ്കോണ്ടക്ട് ആണ് അല്ലെ. അവരില്ലാത്ത സമയത്ത് അവരുടെ സാധനങ്ങൾ മറിച്ചു വെക്കുക. എന്താ പറയാ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം, ആളില്ലാത്ത സമയത്ത് മറിച്ചു വെക്കുക, തൂക്കത്തിൽ വെട്ടിപ്പ് കാണിച്ച് എന്തെങ്കിലും കളവ് ചെയ്യുക, ഇതൊക്കെ മിസ്കോണ്ടക്ട് തന്നെയാണ്. ഓക്കെ, കണ്ടക്ടിങ് ഫ്രോഡ് വിത്ത് ബിസിനസ് ആൻഡ് ദ പ്രോപ്പർട്ടി ഓഫ് ദ എംപ്ലോയർ. എംപ്ലോയറുടെ പ്രോപ്പർട്ടിയോ എംപ്ലോയർക്കെതിരെയോ ബിസിനസിനോ എതിരെയായിട്ട് ഫ്രോഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക. നെക്സ്റ്റ്, അറൈവിംഗ് ലേറ്റ് ഫ്രീക്വന്റ്ലി ഇൻ ദ ഓഫീസ്. ഇത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന മിക്ക ബിസിനസ് ഓർഗനൈസേഷനും ഏതെങ്കിലും ഒരെണ്ണം കേട്ടിട്ടുണ്ടാവും. എന്ത്, എല്ലാ ദിവസവും പതിവായിട്ട് എത്ര പറഞ്ഞാലും കേട്ടാലും കണ്ടാലും ഒന്നും ഇത് എന്നെ ബാധിക്കില്ല, നല്ല തൊലിക്കെട്ടിയാണ്, എല്ലാ ദിവസവും നേരെ വൈകി ഓഫീസിലെത്തുക. ഇന്നലെയും ചീത്ത പറഞ്ഞു, ഇന്നും ചീത്ത പറഞ്ഞു, നാളെ ഞാൻ ഇനിയൊക്കെ എന്നെ വരുള്ളൂ, എത്ര പറഞ്ഞാലും കേൾക്കില്ല. അത് ഇതൊരു മിസ്കോണ്ടക്ട് തീർച്ചയായിട്ടും അല്ലേ. ഒരു സമയമുണ്ടെങ്കിൽ ആ സമയത്തിന് മുൻപ് നമ്മൾ വന്നിരുന്നാലും കുഴപ്പമില്ല, കൃത്യം ആ സമയത്തിനെങ്കിലും നമ്മൾ ഓഫീസിനകത്ത് എത്തിച്ചേരുക എന്നുള്ളത് ഒരു എന്താ പറയാ, ഒരു എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ്. പക്ഷെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അത് കൃത്യമായിട്ട് എല്ലാ ദിവസവും എത്തിച്ചേരാൻ വരുന്ന ആരെങ്കിലും ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടാകും. അത് ഒരു മിസ്കോണ്ടക്ടിന് എക്സാമ്പിൾ ആണ്. അടുത്ത, ഫ്രീക്വന്റ് ആബ്സെൻസ് from the duty without giving leave application or information of being absent since a long time without any genuine reason. ഇനി എന്താ, ഫ്രീക്വന്റ് ആയിട്ടുള്ള ലീവ് എടുക്കല്, ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കാം. എന്നാൽ ലീവ് എടുക്കുന്ന കാര്യത്തെ കുറിച്ച് നേരത്തെ കൂട്ടി ഇൻഫോർമേഷൻ ഇല്ല, ആപ്ലിക്കേഷൻ ലീവ് ആപ്ലിക്കേഷൻ ഇല്ല, ഇതൊന്നും ഇല്ലാതെ മുൻകൂട്ടി പറയാതെ. ചില നമുക്കറിയാം, ചില ആക്സിഡന്റിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾക്ക് നമുക്ക് മുന്നേ കൂട്ടി അറിയിപ്പൊന്നും കൊടുക്കാൻ പറ്റാതെ, എന്തെങ്കിലും ഒരു മരണമോ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് we cannot give such an application as early. നമുക്ക് നേരത്തെ ഒന്നും കൊടുത്തു വെക്കാൻ പറ്റില്ല അല്ലെ. അതൊക്കെ അതിൻ്റെതായ സമയത്തും വരുന്ന കാര്യമാണ്, ആക്സിഡന്റിൽ വരുന്ന കാര്യമാണ്, അതിന് പറ്റില്ല. ഓക്കെ, അത് ജെന്യുവൻ റീസൺ ആണ്. പക്ഷെ ജെന്യുവൻ റീസൺ ഇല്ലാതിരിക്കെ വെറുതെ അങ്ങനെ ലീവ് എടുക്കുക, ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കുക, എന്നാൽ ആപ്ലിക്കേഷൻ കൊടുക്കോ ഇൻഫോർമേറ്റ് ചെയ്യോ ഒന്നും ചെയ്തില്ല. ഇപ്പൊ ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അല്ലെ, മാനേജ്മെന്റിനെ ആണെങ്കിൽ ആരെയാണോ എന്താ പറയാ അതോറിറ്റി, ആരെയാണോ നമ്മൾ അറിയിക്കേണ്ട അധികാരമുള്ള ആളെ നമ്മൾ കാര്യം അറിയിച്ചാൽ മതി, നമ്മുടെ ദിവസം ലീവാണ് എന്നുള്ളത്. അപ്പൊ അതിന് അധികാരപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, അപ്പൊ അവരെ നമ്മൾ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പൊ പക്ഷെ ചില ആളുകളുണ്ട് അവരൊന്നും അറിയിക്കാതെ തന്നെ പെട്ടെന്ന് അവര് ലീവ് എടുക്കും, ഒരു ജെന്യുവിൻ റീസൺ ഇല്ലാതെ. റീസൺ എന്തെങ്കിലും ഒക്കെ ആയിട്ട് അവർക്ക് ലീവ് കൊടുക്കണം അല്ലെ. പെട്ടെന്ന് ഉണ്ടാകുന്ന ആരുടെങ്കിലും അടുത്ത ആളുകളുടെയൊക്കെ മരണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കൂട്ടി ഒന്നും ഇൻഫോം ചെയ്യാനൊന്നും പറ്റില്ല, അതൊക്കെ ആക്സിഡന്റലി സംഭവിക്കുകയാണ്. സോ ഇറ്റ്സ് എ ജെന്യുവിൻ റീസൺ, അതൊരു ജെന്യുവിൻ ആയിട്ടുള്ള കാരണമാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ പറയാൻ പറ്റില്ല, ബാക്കിയുള്ള കാര്യങ്ങൾക്കാണ് ഉദ്ദേശിക്കുന്നത്. ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കാതെയോ ഇൻഫോം ചെയ്യാതെയോ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കും. ക്ലിയർ ആയോ? അഞ്ചാമത്തെ പോയിന്റ് മനസ്സിലായോ? യെസ്. Indulging in corrupt practices like receiving or offering bribes. ഇനി എന്താ പറയാ, ഈ കറപ്ഷൻ പ്രാക്ടീസസ്. എന്താ കറപ്ഷൻ? അഴിമതി പ്രവർത്തനങ്ങൾ, ചില അഴിമതികൾ എന്ന് വെച്ചാൽ ഈ ബ്രൈബ്. എന്താ ബ്രൈബ്? കോഴ അല്ലെ, കോഴ കൊടുക്കുക, വാങ്ങുക, കൈക്കൂലി എന്നും പറയും അല്ലെ. എന്നെ പറയാമോ? അതെ, കൈക്കൂലി കൊടുക്കുക, വാങ്ങുക, അതൊക്കെ അഴിമതിയാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്. ചില ബിസിനസ് ഓർഗനൈസേഷനിലെ പുറത്തുനിന്നുള്ള ചില ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി അവർക്ക് എന്ത് ചെയ്യും, അവരുടെ നിന്ന് കൈക്കൂലി വാങ്ങും അല്ലെ, അല്ലെങ്കിൽ കൈക്കൂലി അങ്ങോട്ട് കൊടുക്കും. ഇതൊക്കെ ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളിൽ ഏർപ്പെടുക, അതും ഒരു മിസ്കോണ്ടക്റ്റിന് എക്സാമ്പിൾ. ക്ലിയർ ആയോ? ആറാമത്തെ പോയിന്റ് കൈക്കൂലി, കോഴ എന്നൊക്കെ പറയാം കേട്ടോ. യെസ്.
intentionally damaging the company's goods and properties. അറിഞ്ഞുകൊണ്ട് തന്നെ കമ്പനിയുടെ ഓർഗനൈസേഷന്റെ വസ്തുക്കളോ അല്ലെങ്കിൽ സാധനങ്ങളോ പ്രോപ്പർട്ടീസ് അല്ലെ അതൊക്കെ അതിനൊക്കെ കേടുപാടുകൾ വരുത്തുന്നു. മാനേജ്മെന്റിനോടോ ഓർഗനൈസേഷന്റെ എംപ്ലോയർക്കോ ഉള്ള ദേഷ്യത്തിന് അവിടുത്തെ സാധന സാമഗ്രികൾ അവരില്ലാത്ത നേരത്തെ അടിച്ചുടക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ട് കേട്ടോ, അറിയാതെ വരുന്നതല്ല, അറിഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങളെ നശിപ്പിക്കുക. അത് ഇന്റൻഷനലി അറിഞ്ഞുകൊണ്ട്. ഓക്കെ, ഡാമേജിങ് ദ കമ്പനീസ് ഗുഡ്സ് ആൻഡ് പ്രോപ്പർട്ടീസ്. ഏഴാമത്തെ മനസ്സിലായോ? ഏഴാമത്തെ പോയിന്റ്. എട്ടാമത്, undergoing any work, strike, forcing others to strike on the breach of any law. breach എന്നാണ് സ്പെല്ലിംഗ്, breach അല്ല, BREACH. ഓൺലൈനിൽ കറക്ഷൻസ് വന്നിട്ടുണ്ടാവണം എന്ന് തോന്നുന്നു. ബ്രീച്ച് എന്നാണോ ബീച്ച് എന്നാണോ കിടക്കുന്നത്? ബ്രീച്ച് ഓഫ് ലോ അല്ല, ബ്രീച്ച് ഓഫ് ലോ ആണ്. ബ്രീച്ച് ഓഫ് ലോ എന്ന് പറഞ്ഞാൽ നിയമലംഘനം എന്ന് തന്നെയാണ് അർത്ഥം കേട്ടോ. അപ്പൊ ഏതെങ്കിലും എന്താ പറയാ നിയമങ്ങളൊക്കെ ലംഘിക്കുക, നിയമം ലംഘിച്ചുകൊണ്ട് സ്വമേധയാ സമരമൊക്കെ പ്രഖ്യാപിക്കുക. ഒന്നില്ലെങ്കിലും ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ആൾക്കാരെയൊക്കെ കൂട്ടി എംപ്ലോയീസിനൊക്കെ കൂട്ടിയിട്ട് ആവശ്യമില്ലാത്തതിന് ഒക്കെ സമരത്തിൽ പോകുക. അതൊക്കെ എന്താണ്? അതൊക്കെ ഈ പറയുന്ന പോലെ മിസ്കോണ്ടക്ട് തന്നെയാണ്. ഓക്കെ, ഫോഴ്സിങ് അതേഴ്സ് ടു സ്ട്രൈക്ക് ഓൺ ദ ബ്രീച്ച് ഓഫ് എനി ലോ. ബ്രീച്ച് ആണ് സ്പെല്ലിംഗ് തെറ്റിയോ? BREACH. തെറ്റിയോ? എട്ടാമത്തെ പോയിന്റില് ലാസ്റ്റ് ആ സെന്റൻസിന്റെ ലാസ്റ്റ് ഭാഗത്തായത് ബ്രീച്ച് എന്നാണ്, BREACH എന്നാണ്. അത് ബീച്ച് എന്നാണ് അവിടെ കിടക്കുന്നത്. നിങ്ങളുടെ നോട്ടിൽ ബ്രീച്ച് ആണോ ബീച്ചാണോ? അറിയാമോ? ബീച്ചാണ്. ഓക്കെ, അവിടെ ബ്രീച്ച് ആണ്. Next one, continuously repeating any action of or carelessness as a result of a fine which can be imposed. ഇനി എന്താ പറയാ, ഏതെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു എന്താ പറയാ പ്രവൃത്തി, അത് അശ്രദ്ധമായ പ്രവൃത്തികളൊക്കെ കണ്ടിന്യൂസ് ശ്രദ്ധയില്ലാതെ, ഒരു പ്രാവശ്യം ശ്രദ്ധയില്ലാതെ കാര്യങ്ങൾ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ ചെയ്തു, നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തി, ഇനി അങ്ങനെ പാടില്ല എന്നൊക്കെ വാണിംഗ് ഒക്കെ കൊടുത്തു, പക്ഷെ വീണ്ടും ശ്രദ്ധയില്ലായ്മ കൊണ്ട് ഒരുപാട് ചില മോശമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അതിന് ഫൈനൊക്കെ ഈടാക്കുന്നു. അപ്പൊ അതിൽ ഫൈൻ ഇമ്പോസ് ചെയ്തിട്ട് അതും ഒരു എന്താ പറയാ ഇൻഡിസിപ്ലിൻ അല്ലെങ്കിൽ മിസ്കോണ്ടക്റ്റിന്റെ ഒരു പ്രവൃത്തിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, റിഫ്യൂസൽ ടു വർക്ക് ഓൺ എ ജോബ് ഓർ മെഷീനറി. ചില ജോലി ഞാൻ ചെയ്യില്ല, ഇന്ന മെഷീൻ വെച്ചിട്ട് അതെനിക്ക് പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നിരസിക്കുക. കൊടുക്കുന്ന ജോലി, ചില ജോലികൾ ചെയ്യില്ല എന്ന് നിരസിക്കുക. അതുപോലെ ഇന്ന ജോലി, ഇന്ന എക്യുപ്മെന്റ് വെച്ചിട്ടാണ് ഈ ജോലി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്ന മെഷീനറിയിലാണ് ഞാൻ ഈ ജോലി ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ അതൊന്നും സമ്മതിക്കാതിരിക്കുക, റിഫ്യൂസ് ചെയ്യുക. ഓക്കെ, അതും ഒരു മിസ്കോണ്ടക്ട് ആണ്. നെക്സ്റ്റ് വൺ, habitual breaking of any rule or legislation which is applicable in the establishment or rule made under it. അതായത് ലെജിസ്ലേറ്റീവ് പ്രകാരം, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു റൂള് ശരിക്കും നമുക്ക് ഓർഗനൈസേഷനും അതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മൾ എന്താ പറയാ ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് സമയത്ത് ഓർഗനൈസേഷന്റെ ആ ഒരു തുടക്ക സമയത്ത് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു നിയമം എന്താണ്, അത് ഉണ്ടാക്കി വെച്ചേക്കുന്ന നിയമമാണ്. അത് തുടക്കം തന്നെ ഓർഗനൈസേഷൻ സ്ഥാപിതമായ സമയത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമപ്രകാരമുള്ള നിയമം തന്നെയാണ്. അത്തരം നിയമങ്ങൾ ഹബിച്വൽ ആയിട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഹബിച്വൽ മീൻസ് പതിവായിട്ട് കേട്ടാ, പതിവായിട്ട് തെറ്റിച്ചുകൊണ്ടിരിക്കുക. അതും ഒരു മിസ്കോണ്ടക്റ്റിന് എക്സാമ്പിൾ ആണ്. ലാസ്റ്റ് വൺ, willfully destroy or altering the company's records. കമ്പനിയുടെ പല പ്രമുഖമായിട്ടുള്ള രേഖകൾ അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കുക അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുക. അതില്ലാത്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ റെക്കോർഡ്സിൽ മാറ്റം വരുത്തുക, അല്ലെങ്കിൽ ചില റെക്കോർഡുകൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില റെക്കോർഡുകളൊക്കെ ഏതെങ്കിലും രീതിയിൽ നശിപ്പിക്കുക, കത്തിച്ചെറിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ആക്കുകയൊക്കെ ചെയ്യുക. ഇതെല്ലാം മിസ്കോണ്ടക്ട് ആണ്. ഇതൊക്കെ ഡിസിപ്ലിന് എഗെയിൻസ്റ്റ് ആണ്, തെറ്റായ രീതിയിലുള്ള പ്രവണതകളാണ്. ക്ലിയർ ആയോ? 12 എന്താ പറയാ ഇതുപോലുള്ള ആക്ട്സ് ഓഫ് ഇൻഡിസിപ്ലിൻ ആണോ തന്നേക്കണേ. ഈ 12 പോയിന്റും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിലേതൊക്കെയാണ് മിസ്കോണ്ടക്റ്റിൽ വരിക എന്നൊക്കെ ആയിരിക്കും ചോദ്യം വരിക. അപ്പൊ നമ്മള് അതനുസരിച്ച് അറിഞ്ഞിരുന്നാൽ മതി. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമ്മള് അടുത്ത ദിവസം ഇതുവരെയൊക്കെ ഒന്ന് വായിച്ച്
വന്നിട്ട് വഴി മനസ്സിലാക്കി വരാം. പിന്നെ താങ്ക് യു.